ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളാണ് നരേന്ദ്രമോദി. ദക്ഷിണഗോളത്തിൻ്റെ ശബ്ദമാണ് ഇന്ത്യ ഇന്ന് പ്രതിനിധീകരിക്കുന്നത്. ബലപ്രയോഗത്തിന് ഇരയാകുന്നവരെ സംരക്ഷിക്കുന്ന നിയമാധിഷ്ഠിത ലോക ക്രമത്തിനായി ഇന്ത്യ ആവർത്തിച്ച് വാദിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ നയം, അതാണ് നമ്മുടെ സംസ്കാരം. ഇറാൻ യുദ്ധം വിനാശകരമായ ദിശയിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യൻ നിലപാട് എന്താണ്? ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖംനെയി കൊല്ലപ്പെട്ടപ്പോൾ മോദി സർക്കാരിനെ നിശിതമായി വിമർശിക്കുകയാണ് സോണിയാഗാന്ധി. ഈ മൗനം നിഷ്പക്ഷമല്ല, മറിച്ച് ഒളിച്ചോട്ടമാണ് എന്നാണ് ആക്ഷേപം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ദിശയെയും വിശ്വാസ്യതയെയും ഗുരുതരമായ സംശയത്തിലാക്കുന്നു ഈ നയം എന്ന് സോണിയാഗാന്ധി ആക്ഷേപിക്കുന്നു. ആ ആക്ഷേപം ശരിയാണോ? ഇന്ത്യയുടേത് തന്ത്രപരമായ ഒരു നിലപാടാണോ, അതോ സ്വന്തം താല്പര്യങ്ങളെ മാത്രം സംരക്ഷിക്കുന്ന ഒരു നിലപാടാണോ, അതോ ഇതാണോ പ്രായോഗിക നിലപാട്? പശ്ചിമേഷ്യയിൽ അശാന്തി പുകയുമ്പോൾ ലോക നേതാക്കളിൽ സുപ്രധാനിയായ നരേന്ദ്രമോദി നിശബ്ദനാണോ? ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണോ, അതോ നിഷ്പക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് നയതന്ത്ര ശ്രമങ്ങൾ നടത്തുകയാണ്? ന്യൂസ് 18 പൊതുവേദി ഈ വിഷയം ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ ഇറാനിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നു. ഇറാനിൽ അവിടെ പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ഇടക്കാല പരമോന്നത നേതാവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പുതിയ പരമോന്നത നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നു എന്ന് അവിടെ നിന്ന് വ്യക്തമാകുന്നു. ഇറാൻ സ്റ്റേറ്റ് TV തന്നെ ഈ വിവരം നൽകുകയും ചെയ്യുന്നു. അയത്തുള്ള അലി ഖംനെയുടെ കൊലപാതകത്തെ തുടർന്ന് ഒരു ഇടക്കാല സമിതി ഉണ്ടാക്കുകയും അതിനെ തുടർന്ന് ചീഫ് ജസ്റ്റിസും പ്രസിഡന്റും ഒക്കെ ഉൾപ്പെടെ ഒരു സമിതി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരു സ്ഥിരതയുള്ള തുടർച്ചയായ ഇടക്കാലം അല്ലാത്ത ഒരു പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നു എന്ന വിവരങ്ങൾ എനിക്ക് ലഭിക്കുന്നു. നമുക്ക് ഏറ്റവും പുതിയ യുദ്ധ ദൃശ്യങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്, അത് പ്രേക്ഷകർക്ക് നൽകാം. ഒപ്പം തന്നെ ഹെസ്ബുള്ള പറയുന്നു അത് ഇസ്രായേലിൻ്റെ എയറോസ്പേസ് ഇൻഡസ്ട്രികളെ ടാർഗറ്റ് ചെയ്ത് നീങ്ങും എന്ന വിവരങ്ങൾ നൽകുന്നു. അതോടൊപ്പം ഹെസ്ബുള്ള ഇസ്രായേലിൻ്റെ എയറോസ്പേസ് ഇൻഡസ്ട്രികളെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന വിവരത്തോടൊപ്പമാണ് ഇസ്രായേൽ മിലിറ്ററി പറയുന്നത് ഇറാന് ഇപ്പോഴും ചില മിസൈൽ ശക്തി ഇപ്പോഴും ശക്തമായി തന്നെ ഉണ്ട് എന്ന് പറയുന്നു. ഒപ്പം 101 ആളുകൾ ഒരു സബ്മറൈൻ അറ്റാക്കിൽ കാണാതായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ വരുന്നു. അത് ഇറാനിയൻ ഷിപ്പിൽ ആണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നു. ഇറാനിയൻ ഷിപ്പ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, 101 ആളുകൾ മിസ്സിംഗ് ആണ് എന്ന വിവരം പുറത്തു വരുന്നു. കുവൈറ്റ് മിലിറ്ററി ഇപ്പോൾ ഒരു പ്രസ്താവന പുറത്തുവിട്ടിരിക്കുന്നു. അവിടേക്ക് ഈ ഡ്രോണുകളും മിസൈലുകളും വരുന്നു എന്ന് പറയുന്നു. അത് ഡിറ്റക്റ്റ് ചെയ്തിരിക്കുന്നു. ഇൻകമിങ് പ്രൊജക്ടൈൽസ് ഉണ്ട്, പ്രൊജക്ടൈൽസും അകത്തേക്ക് വിക്ഷേപണം നടക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഒപ്പം ഈ അയത്തുള്ള ഖംനെയുടെ മകൻ സുരക്ഷിതൻ എന്ന വിവരങ്ങൾ കൂടി, മുജ്തബ ഖംനായി സുരക്ഷിതനാണ് എന്ന ചില സ്ഥിരീകരണങ്ങൾ കൂടി അവിടെ നിന്ന് വരികയാണ്. ഞാൻ ചില പ്രേക്ഷകരിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. ശ്രീ കുഞ്ഞു മുഹമ്മദ് എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ശ്രീ കുഞ്ഞു മുഹമ്മദ്, ഇന്ത്യയുടെ നിശബ്ദത എന്ന് ഇവിടെ ഈ ഘട്ടത്തിൽ വിശേഷിപ്പിക്കാനാകുമോ, അതോ ഇത് തന്ത്രപരമായ ഒരു നിലപാടാണോ? ചുരുങ്ങിയ വാക്കുകളിൽ. ഞാൻ കുഞ്ഞു മുഹമ്മദിലേക്ക് മടങ്ങി വരാം. വിജയകുമാർ പട്ടാമ്പി. ശ്രീ വിജയകുമാർ, ഇത് വളരെ ചുരുങ്ങിയ വാക്കുകൾ ഇപ്പോ അതെ, നമ്മള് ശരിക്കും ഒരു ചേരിചേരാൻ നമ്മുടെ മുമ്പത്തെ നയമാണ്. അത് ഏറ്റവും നല്ല നയം അതാണല്ലോ. അന്ന് സോവിയറ്റ് യൂണിയൻ, അത് അമേരിക്കയുടെ കാലത്ത് അതിനെ കൂടുതൽ അടുപ്പം നമ്മൾ സോവിയറ്റ് യൂണിയൻ ആയിട്ടുണ്ടായിരുന്നു. ആ കാലം കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യുന്ന മറ്റു രാജ്യത്തിനെ പറ്റി കൂടുതൽ പറയാൻ പറ്റും. ഇപ്പൊ അമേരിക്ക ചെയ്യുന്നതാണ് ഏറ്റവും മോശമായിട്ടുള്ളത് എന്റെ അഭിപ്രായം. അമേരിക്കയിൽ നിന്ന് ഇടപെടേണ്ട ആവശ്യം സത്യത്തില്. കാരണം യുദ്ധം പോണ്ട ഒരു രാജ്യം തന്നെയായിട്ടാണ് നമ്മൾ, രാജ്യം എന്ന് പറയില്ല, ഇപ്പോഴത്തെ പ്രസിഡന്റായിട്ട് ട്രംപ്.
ഇത് നന്മയുടെ പക്ഷത്തല്ല അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത്. യുദ്ധം ഒഴിവാക്കുക എന്നാണ് നമ്മുടെ അഭിപ്രായം. അനവധി കാര്യങ്ങൾ പറയാണ്ട് ഞാൻ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. പ്രദീപ് ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, ചുരുങ്ങിയ വാക്കുകളിൽ. ഇന്ത്യക്ക് ഇപ്പോഴും നിഷ്പക്ഷമായിട്ട് നിൽക്കാനല്ലേ പറ്റുള്ളൂ. അത് നമ്മുടെ പാകിസ്ഥാൻ ഇന്ത്യ എടുത്തുമ്പോൾ വേറെ ആരും കയറി ഇടപെടണ്ടെന്ന് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ പിന്നെ ഇന്ന് ആ ശിവദാസൻ വിളിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊല്ലപ്പെട്ട ഇതായിരിക്കും അവസ്ഥ. അയാളത്തെ എന്ത് മനുഷ്യയത്? ഒരു പ്രധാനമന്ത്രി കൊല്ലപ്പെട്ട ആളാ ശിവദാസൻ. എന്ത് ഏത് മന്ത്രിയായാലും ഏത് പാർട്ടിയുടെ പ്രധാനമന്ത്രി ആയാലും അങ്ങനെയൊക്കെ പറയാനുള്ളൂ. ഇന്നലെ അത് വിളിച്ചു പറഞ്ഞാ. അതെ, ശരി ശരി, ഓക്കെ, വ്യക്തമാണ്. നമുക്ക് അടുത്ത ആൾ മുഹമ്മദ് മഞ്ചേരി, ചുരുങ്ങിയ വാക്കുകളിൽ. ശ്രീ മുഹമ്മദ് മഞ്ചേരി. നമസ്കാരം. 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 അപ്പൊ നിശബ്ദതയാണ്. തന്ത്രപരമായ നിശബ്ദതയാണോ അതോ ഭയം കൊണ്ടുള്ള നിശബ്ദതയാണോ, സ്വന്തം കാര്യം നോക്കാനുള്ള നിശബ്ദതയാണോ, എന്തായിട്ടാണ് തോന്നുന്നത്? ഇപ്പൊ സാറ് പറഞ്ഞ ആ കാര്യത്തിലാണ്. ശരി, ഓക്കെ, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ഷിജു എന്നോടൊപ്പം ചോദിക്കുന്നു, നമസ്കാരം എന്ന് പറയുന്നു. സുഖമാണോ എന്ന് എന്നോട് ചോദിക്കുന്നു. ഓക്കെ, നരേന്ദ്രമോദിയെ സംബന്ധിച്ചാണ് പറയുന്നത്. ഹി മെയിൻറ്റെയിൻ ബോത്ത് ഡിപ്ലോമസി ആൻഡ് റിമെയിൻ സൈലൻസ്, ഓൺലി ദാറ്റ് വിൽ വർക്ക് ഔട്ട് നൗ എന്നാണ് ഷിജുവിൻ്റെ അഭിപ്രായം. ഓക്കെ, റിയ അബ്രഹാം എന്നോടൊപ്പം ചേരുന്നു. റിയ എനിക്ക് ഹലോ ഒക്കെ പറയുന്നുണ്ട്. റിയ, ഓക്കെ, റിയയും സുഖമായിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മൗനം സ്വരമായി ഈ കൈക്കുമ്പിളിൽ. ഓക്കെ, ഷിജു എന്നിപ്പോൾ ഗാനമൊക്കെയാണ് ആളുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രസന്നൻ മാളയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ചില സുപ്രധാനമായ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയ ഒരു വിവരം അനുസരിച്ച് അലി റേസ അറാഫി ആയിരുന്നു ഇടക്കാല പരമോന്നത നേതാവ് എന്ന തരത്തിൽ അവിടെ നിന്ന് അവർ തെരഞ്ഞെടുത്തത്. അപ്പോൾ ആ ഇടക്കാല നേതാവ് തന്നെയായിരിക്കുമോ ഇനി തുടർച്ചയായി അവിടെ ഇറാൻ്റെ പരമോന്നത നേതാവായി മാറുക എന്ന കാര്യങ്ങൾ അന്ന് ചർച്ചയ്ക്ക് വന്നിരുന്നു. ഏതായാലും അവിടെ ഏറ്റവും പെട്ടെന്നുള്ളൊരു നീക്കം എന്ന നിലയിൽ ഒരു പെർമനൻ്റായ ഒരു പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നു. ഐ ബ്രിങ് ഗുഡ് ന്യൂസ് ടു ദ പീപ്പിൾ ദറ്റ് നോ പ്രോബ്ലം ഹാസ് അറൈസൺ ഇൻ ദ ഫീൽഡ് ഓഫ് ലീഡർഷിപ്പ് എന്ന് ആണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന അവരുടെ ഇറാൻ നേതൃത്വം പറയുന്നത്. അതിൽ വ്യക്തമാകുന്നത് ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആയത്തുള്ള അലി ഖംനേയിയുടെ മരണത്തിനു ശേഷം ഇനി നേതൃത്വ പരാജയം ഇല്ല എന്ന് പറയുന്നു. ഇത് ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ കുറെ കൂടി ആർജവത്തോടെ പെരുമാറുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഒക്കെയാണ് ഇപ്പോൾ അവിടെ നിന്ന് ഈ അലി റേസ അറാഫിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഹെസ്ബുള്ള ടാർഗറ്റുകൾ ആക്രമിച്ചു എന്ന വിവരങ്ങൾ ഹെസ്ബുള്ള എയറോസ്പേസ് ഇസ്രായേലിൻ്റെ എയറോസ്പേസ് ഇൻഡസ്ട്രിയെ അറ്റാക്ക് ചെയ്യുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അവർ നൽകിയിട്ടുള്ള ഒരു വാർത്താക്കുറിപ്പിൽ ഇങ്ങനെ പറയുന്നു: ഇസ്രായേലി എയറോസ്പേസ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം ആക്രമിച്ചിരിക്കുന്നു. ഇത് പാലസ്തീനിൽ ആണ് ഈ എയറോസ്പേസ് ഇൻഡസ്ട്രി ഇവിടെ ചില കേന്ദ്രങ്ങളുള്ളത്. അവിടേക്ക് അറ്റാക്ക് ചെയ്തിരിക്കുന്നു. പുലർച്ചെ 2 മണിക്കാണ് ആക്രമണം നടന്നത്. ഡ്രോൺ അറ്റാക്കാണ് നടന്നത്. ഇത് ഈ ലെബനനിലേക്കുള്ള ഇസ്രായേലിൻ്റെ ആക്രമണത്തിനുള്ള മറുപടിയാണ് എന്ന തരത്തിൽ ആണ് ഇപ്പോൾ ഈ പ്രതികരണവും വന്നിട്ടുള്ളത്. ശ്രീ പ്രസന്നൻ മാള, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ത്യൻ മൗനം എന്നത് നമുക്ക് അംഗീകരിക്കാനാകുമോ? എന്താണ് അങ്ങയുടെ ഒരു നിലപാട്? ഇന്ത്യ മൗനം എന്ന് പറയാൻ പറ്റില്ല സാർ. ഇന്ത്യ അത് നല്ല രീതിയിൽ തന്നെ ഹോംവർക്ക് ചെയ്ത് വിദേശ രാജ്യങ്ങളുടെ നക്ഷത്രവന്മാരുമായിട്ട് ബന്ധപ്പെടണമെന്നുള്ള നമുക്ക് കിട്ടുന്ന വിവരം. പിന്നെ നമുക്ക് അമേരിക്ക ഇസ്രായേൽ വിഷയം മാത്രമല്ല ഇത്. ഈ അറബി രാജ്യങ്ങളൊക്കെ നമ്മുടെ സൗഹൃദ രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ഇറാനുമായിട്ട് ബന്ധമുണ്ട്. ഇതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അഭിപ്രായമൊന്നും പറയാൻ പറ്റില്ല. ഈ ഭരണമാരിയൊന്നും കണ്ടു നിൽക്കുന്നവർക്ക് കൈയടിക്കാന്നല്ലാതെ ഇതൊക്കെ വളരെ ഗൗരവപൂർവമായ വിഷയങ്ങളാണ്. ഇന്നത്തെ മാത്രം കഴിഞ്ഞാൽ പോലെ നാളെയും കഴിയണം. അതിന്റെ പേരിൽ പിന്നെ അപ്പുറത്താണെങ്കിൽ റഷ്യയും ചൈനയൊക്കെ മിണ്ടാണ്ട് നിൽക്കുകയാണ്. അപ്പൊ അത് പല പല വിഷയങ്ങളുണ്ട്, ഗൗരവേറിയ വിഷയങ്ങളാണ്. ഇപ്പൊ കണ്ടു നിൽക്കുന്നവർക്ക് ഇങ്ങനെ അഭിപ്രായം പറയാം. നമ്മുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ഒക്കെ നിരന്തരം ബന്ധപ്പെടുന്നു. സൗദിയുടെ, ബഹ്റൈൻ്റെ, കുവൈറ്റിന്റെ ഒക്കെ രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെടുന്നു, സംസാരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിഷയം. മൗനം ഒന്നൊന്നും വെറുതെ പറയാന്ന് മാത്രമേ ഉള്ളൂ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ട്രംപ് ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു: ഇറാൻ ആദ്യം ആക്രമിക്കും എന്ന ഒരു ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് ആദ്യമായി തിരിച്ച് അങ്ങോട്ടേക്കുള്ള ഒരു ആക്രമണം പദ്ധതിയിട്ടത് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ
മാർക്കോ റൂബിയോ ഈ യുദ്ധം എങ്ങനെ തുടങ്ങി എന്നതിനെ സംബന്ധിച്ചൊരു വിവരങ്ങൾ ആദ്യം നൽകിയിരുന്നു. മാത്രമല്ല ഇറാൻ ഇപ്പോൾ ഇസ്രയേലും യു എസിൻ്റെ കേന്ദ്രങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് മിഡിൽ ഈസ്റ്റിലെ യു എസ് കേന്ദ്രങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തുന്നു എന്നാണ്. വാഷിങ്ടൺ എംബസി ദുബൈയിലുണ്ട്. അവിടെ ഫുജൈറയിൽ UAEയിൽ ഉള്ള വാഷിങ്ടൺ എംബസികളിലേക്ക് ആക്രമണം നടത്തിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇറാൻ നൽകുന്നു. അതേസമയം US-ഉം ഇസ്രയേലും ഇറാനെ തുടർച്ചയായി ആക്രമിക്കും എന്ന് പറയുന്നു. അസംബ്ലി ഓഫ് എക്സ്പേർട്സിൻ്റെ ബിൽഡിംഗ് തകർക്കാനുള്ള ശ്രമം നടത്തുന്നു. സിറ്റി ഓഫ് ഖോമിലാണ് ഇതുള്ളത്. 787 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ലെബനനിൽ ഇസ്രയേൽ ബെയ്റൂട്ടിലേക്ക് ബോംബയക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ വരുന്നു. സിഡോണിലേക്കും ബെയ്റൂട്ടിലേക്കുമാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. അവിടെ അഡീഷണൽ സൈന്യത്തെ അയക്കാനുള്ള ശ്രമം ലെബനൻ നടത്തുന്നു എന്നാണ് പറയുന്നത്. ഇവരുടെ തെക്കൻ ലെബനനിലേക്കാണ് ഈ ആക്രമണങ്ങൾ വരുന്നത് എന്ന് പറയുന്നു. ട്രംപിൻ്റെ ഏറ്റവും ഒടുവിലെ പ്രഖ്യാപനം വരുന്നത് ഈ നേവിയെ ഡിപ്ലോയ് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറയുന്നു. സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലേക്ക് ഇനി കപ്പലുകൾ നീങ്ങുമ്പോൾ നേവിയെ കൂടി അവിടെ US നേവി കൂടി അതിന് സുരക്ഷിതത്വം ഒരുക്കാനായി വരും എന്ന് പറയുന്നു. IRGC ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചതായുള്ള പ്രഖ്യാപനം നേരത്തെ നടത്തിയിരുന്നു. അത് ഈ എണ്ണ ഗതാഗതത്തിൻ്റെ വഴികൾ പൂർണ്ണമായി അടയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് അതിജീവിക്കാനുള്ള ശ്രമം അമേരിക്ക നടത്തുന്നു എന്ന വാക്കുകൾ ആണ് വരുന്നത്. ഇറാൻ ഇപ്പോൾ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുന്നു എന്ന റുമേലിയ സൈറ്റിൽ എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. വെസ്റ്റ് കുർണെ രണ്ടാമത്തെ പ്രോജക്റ്റിലും എണ്ണ ഉൽപ്പാദനം, അങ്ങനെ 2 പ്രധാന എണ്ണപ്പാടങ്ങളിൽ നിന്ന് എണ്ണ ഉൽപ്പാദനം കുറയ്ക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ 2 സ്ലീപ്പർ സെല്ലുകൾ ഉണർത്തിയെടുത്ത് IRGC ആക്രമണം നടത്തിയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഖത്തർ നൽകുന്നു. അവിടെ 10 സസ്പെക്റ്റുകളെ പിടികൂടിയെന്ന വിവരം വരുന്നു. ബിനോയ് എന്നോടൊപ്പം ചേർന്നു കൊല്ലത്ത് നിന്ന്. ബിനോയ്, ഈ സോണിയാഗാന്ധിയുടെ ആക്ഷേപം വരുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. അയത്തുള്ള അലി ഖംനെയി കൊല്ലപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഈ മൗനം എന്നാണ് സോണിയാഗാന്ധി ചോദിക്കുന്നത്. അതിൽ ഇന്ത്യ ധൃതി പിടിച്ചൊരു അഭിപ്രായം പറഞ്ഞാൽ അത് ദീർഘവ്യാപകമായ ഒരു പ്രശ്നത്തിന് വഴിവെക്കും എന്നുള്ളത് കൊണ്ടായിരിക്കുമോ മിണ്ടാത്തത് എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഇത് തന്ത്രപരമായ ഒരു നിലപാടാണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. ബിനോയ്, ഒരുപക്ഷെ സോണിയാഗാന്ധിക്ക് പിന്തുണയായിരിക്കും നൽകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. നമസ്കാരം മനു. അതൊരു ആക്ഷേപം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ആക്ഷേപമല്ല. ഇന്ത്യ എപ്പോഴും ലോകത്ത് ഇതുപോലെയുള്ള യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആ യുദ്ധത്തിനൊക്കെ അഭിപ്രായം പറയാറുണ്ട്. നമ്മൾ എപ്പോഴും ഈ പാവങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. പക്ഷേ ഇപ്പോൾ അത് കാണുന്നില്ല. നമ്മുടെ ബഹുമാന്യ പ്രധാനമന്ത്രി കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പും ഇസ്രായേലിൽ പോയി തിരിച്ചു വരുന്നു. അപ്പൊ ഈ ഇസ്രായേലും അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ആവശ്യമാവാം. പക്ഷെ ഇപ്പൊ അനാവശ്യമായുള്ള നയതന്ത്ര ബന്ധമാണ്. ഇപ്പോൾ ട്രംപിന് ഇപ്പോൾ ഒരു യുദ്ധക്കൊതിയാനാണ്. ട്രംപ് ലോകത്ത് ആരെയൊക്കെ അടിച്ച്, അത് നമ്മുടെ വെൻസിലാൻ പ്രധാനമന്ത്രിയെയും ഭാര്യയെയും കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് ഒരു രാത്രി അവിടെ കയറി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഏതോ കള്ളക്കേസൊക്കെ എടുത്തു. അതുകൊണ്ട് ട്രംപ് നാളെ ഇത് ആരെയും ഇങ്ങനെ ചെയ്യുവാൻ മടിക്കില്ല. അതുകൊണ്ട് യുദ്ധക്കൊതിയനായ ട്രംപിനോടൊപ്പം സോണിയാഗാന്ധി പറഞ്ഞത് തന്നെയാണ് ഇന്ത്യയിലുള്ള ഓരോ പൗരന്മാർക്കും പറയുവാനുള്ളത്. ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കണം. ഉറപ്പായിട്ട് നമ്മളുടെ ഇന്ത്യക്കാർ പ്രത്യക്ഷമായും പരോക്ഷമായും 1.5 കോടി ഇന്ത്യക്കാർ ഈ ഗൾഫിൽ മൊത്തമായി വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശക്തമായ, പക്ഷെ അവിടെയൊക്കെ വളരെ കൃത്യമായി പ്രധാനമന്ത്രി ഇടപെട്ടു എന്നാണ് ഈ നരേന്ദ്രമോദി നൽകിയിട്ടുള്ള ട്വിറ്റർ സംഭാഷണങ്ങളിൽ നിന്ന് എനിക്ക് വ്യക്തമാകുന്നത്. പലതും അദ്ദേഹം അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഖത്തറിനോട് PCR നമുക്ക് ആ മോദിയുടെ ട്വീറ്റ്സുകൾ ഒന്ന് പ്രേക്ഷകരെ കാണിക്കാം. ഖത്തറിനോടാണ് സംസാരിച്ചിരിക്കുന്ന പ്രധാനമന്ത്രി. അദ്ദേഹം ട്വീറ്റിൽ അത് കുറിക്കുന്നുണ്ട്. സ്പോക്ക് ടു മൈ ബ്രദർ ഹിസ് ഹൈനസ് ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി, Amir of Qatar. അവിടെ we stand firmly in solidarity with Qatar and strongly condemned any violation on the sovereignty and territorial integrity. We emphasize the urgent need to restore peace and stability in the region. നരേന്ദ്രമോദി ഇവിടെ നിലപാട് വ്യക്തമാക്കുന്നില്ലേ? അടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ട്വീറ്റ്, we had a productive telephone conversation with Crown Prince of Kuwait, His Highness Sheikh Sabah Al Khalid Al Hamad Al Mubarak Al Sabah. India condemns the violation of Kuwait's sovereignty and
territorial integrity and stands with people of this hour. അപ്പോൾ രാജ്യങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ അദ്ദേഹം അപലപിക്കുന്നുണ്ട്. Spoke with His Majesty Sultan Hatim bin Tariq and exchanged views on recent developments of West Asia. അത് ഒമാനിൻ്റെ സുൽത്താനാണ്. സൽത്തനേറ്റ് ഓഫ് ഒമാനുമായി അദ്ദേഹം ചർച്ച നടത്തുന്നു. സോവറിൻ അവിടുത്തെ രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കണം എന്ന തരത്തിലുള്ള ആവശ്യം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അത് ഈ ട്വിറ്ററിൽ അത് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വി അഗ്രീഡ് ദാറ്റ് എ സസ്റ്റൈൻഡ് ഡിപ്ലോമാറ്റിക് എൻഗേജ്മെൻറ്റ് ഇസ് എസെൻഷ്യൽ ഫോർ ഏർലിയസ്റ്റ് റിസ്റ്റോറേഷൻ ഓഫ് റീജിയണൽ പീസ്. സമാധാനത്തിന് വേണ്ടിയുള്ള സന്ദേശങ്ങൾ, സമാധാനത്തിന് വേണ്ടിയുള്ള നയതന്ത്ര ശ്രമങ്ങൾ ഒക്കെ ഒരു വശത്ത് പ്രധാനമന്ത്രി നടത്തുമ്പോഴാണ് ഈ ആക്രമണം എന്നാണ് നിങ്ങൾക്കെതിരെയുള്ള ആക്ഷേപം. ബിനോയ്, മിസ്റ്റർ മനു, ഒരു കാര്യം ഞാൻ പറയാം. ഇന്ത്യയുടെ നിലപാട് നമ്മൾ വ്യക്തമാക്കി. ഇതിപ്പോ അടികൊണ്ട് നടക്കുന്ന അറബ് രാജ്യങ്ങളോട് വിളിച്ച് ആ കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു, ഓക്കെ, അത് അവിടെ അല്ല നമ്മളുടെ നിലപാടതല്ല. അത് നിലപാടല്ല. ഈ യുദ്ധത്തിൽ ഇന്ത്യയുടെ നിലപാട് അമേരിക്കയോടും ഇസ്രായേലിനോടും നമ്മളുടെ നിലപാട് നമ്മൾ വ്യക്തമാക്കണം. ഒരിക്കലും ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ നമ്മളുടെ സോണിയാഗാന്ധി പറയുന്നത് നമ്മളെ നിലപാട് വ്യക്തമാക്കുക, അല്ലാതെ ആക്ഷേപമല്ല. നിങ്ങൾ വീണ്ടും മനസ്സിലാക്കിയോ, ആക്ഷേപം എന്ന വാക്ക് പിൻവലിച്ചുകൊണ്ട് ആക്ഷേപമല്ല. ഇന്ത്യയുടെ നിലപാട് ലോകത്തെല്ലാ സ്ഥലത്തും ഇത് കണക്ക് യുദ്ധങ്ങളും മറ്റൊക്കെ ഇന്ത്യ ഒരു നിലപാടുണ്ടാവും. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന രാജ്യമാണ് നമ്മുടേത്. ആ നിലപാടിൽ അല്ല, ഇതിനെ എങ്ങനെ ആക്ഷേപമല്ല എന്ന് പറയും? നോക്കൂ, ഞാൻ ആ ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്ത ആർട്ടിക്കിൾ ഒന്ന് വായിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് റിഫ്രൈൻഡ് from condemning the assassination of the violation on Iran's sovereignty, initially ignoring the massive US-Israel onslaught. Prime Minister confined himself to condemning Iran's retaliatory strikes on UAE. ആക്ഷേപമല്ലേ? എന്താണ് ഒരു വയലേറ്റ് ചെയ്യുന്നത്? അത് രാജ്യങ്ങൾ തമ്മിൽ. ഞാൻ പറഞ്ഞത് അതൊന്നുമല്ല. ഇപ്പൊ ആരുടെ കാര്യം ഇന്ത്യ ശക്തമായി പറഞ്ഞു നിങ്ങൾ യുദ്ധം നിർത്തിവെക്കണം. മാത്രമല്ല, അടുത്ത വാക്ക് നോക്കൂ. സൈലൻസ് ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഇസ് നോട്ട് ന്യൂട്രൽ. The assassination was carried out without a formal declaration of war and during an ongoing diplomatic process. Article 2.4 of the United Nations Charter prohibit threat and use of force against international integrity or on political independence of any state. ഇത് ഒരു ആക്ഷേപമല്ലേ? A targeted killing of a serving head of the state strikes at the heart of these principles. അതാണ് പറയുന്നത്. A targeted killing of the serving head of the state strikes at the very heart of these principles. If such an act passes without principled objection from the world's largest democracy, the erosion of international norms becomes easier to normalize. ഇത് ആക്ഷേപമല്ലേ? മനു, ഞാൻ പറഞ്ഞ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇന്ത്യ സംസാരിക്കുന്നില്ല. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ സംസാരിക്കും. അവിടെയുള്ള 250ഓളം കുട്ടികൾ, ഇറാനിലുള്ള കുട്ടികളെ ആദ്യത്തെ ദിവസം മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതിനെ ഒന്നും ഇന്ത്യ മഹാരാജ്യം അപലപിക്കുന്നില്ല. ഞാനും താങ്കളും ഉള്ള ഈ രാജ്യത്ത് അപലപിക്കുന്നില്ല അതിനെയൊന്നും. അമേരിക്ക അത് ചെയ്തത് തെറ്റായി പോയി, ഇസ്രായേൽ ചെയ്തത് തെറ്റായി പോയി. നിങ്ങൾ അവരുടെ ഈ യുദ്ധ കേന്ദ്രങ്ങളിലേക്കിട്, അവരുടെ ആർമിയിലോട്ടിട്, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ സാധാരണക്കാരെ കൊല്ലുന്നതിനോട് ഇന്ത്യ രാജ്യം പ്രതികരിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഇന്ത്യയുടെ ഭരണകൂടം അതിന് നയം വ്യക്തമാക്കണം. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, നിങ്ങൾ സോണിയാഗാന്ധി ആക്ഷേപിച്ചെന്നുള്ള വാക്ക് നിങ്ങൾ പിൻവലിച്ച് നിൽക്കണം. കാരണം ഇത് ആക്ഷേപമല്ല, ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ അവിടെ ബോംബിട്ടെടുത്ത് ചെന്ന് 2 മെസ്സേജോ അല്ലാതെ അവിടത്തേക്ക് മെയിൽ ചെയ്ത് ട്വീറ്റ് ചെയ്തിട്ടോ കാര്യമില്ല. സംഭവം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇന്ത്യ മഹാരാജ്യം ശ്രമിക്കണം. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. അപ്പോൾ ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ബാലകൃഷ്ണൻ വടകര, ഇത് 48 മണിക്കൂർ കഴിയുന്നു. 48 മണിക്കൂർ, അതായത് ഈ ആക്രമണത്തിൻ്റെ 48 മണിക്കൂറിന് മുൻപ് സോണിയാഗാന്ധി എഴുതുകയാണ്, പ്രൈം മിനിസ്റ്റർ റിട്ടേൺഡ് ഫ്രം എ വിസിറ്റ് ടു ഇസ്രായേൽ. ഇസ്രായേലിലെ സന്ദർശനം കഴിഞ്ഞ് വരികയാണ്. അവിടെ ബെന്യാമിൻ നെതന്യാഹുവിന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത പിന്തുണ നൽകുകയാണ്. അത് ഈ ഗാസ കോൺഫ്ലിക്റ്റിന് ശേഷം നൽകുകയാണ്. അത് ഈ ലാർജ് സ്കെയിൽ സിവിലിയൻ കാഷ്വാലിറ്റീസ്, അതായത് വളരെ വലിയ തോതിൽ ഉള്ള ജീവഹാനി സംഭവിച്ചിരിക്കുന്നു ഈ ഗാസയിലൊക്കെ. അപ്പോൾ അതിനുശേഷം അതിൽ പ്രധാനമായും സ്ത്രീകൾ, കുട്ടികളൊക്കെ ഉൾപ്പെടുമ്പോഴാണ് ഈ പിന്തുണ നൽകുന്നത് എന്നൊരു ആക്ഷേപമാണ് സോണിയാഗാന്ധി വയ്ക്കുന്നത്. അപ്പോൾ ഈ മൗനത്തെ ശ്രീ ബാലകൃഷ്ണൻ വടകര എങ്ങനെ വിശേഷിപ്പിക്കും? സാർ നമസ്കാരം. നമസ്കാരം. ലോക ജനതയ്ക്ക് മുമ്പിലും ഇന്ത്യൻ ജനകോടികളുടെ മുമ്പിലും വളരെയധികം ജനഹൃദയങ്ങളിലുള്ള ഒരു നേതാവാണ് നരേന്ദ്രമോദി. അദ്ദേഹം ഒരു ദീർഘവീക്ഷണമില്ലാത്ത നേതാവല്ല.
അത്രയും ജനങ്ങളെയും വെറുപ്പിച്ചുകൊണ്ട് ഒരു നയം വ്യക്തമാക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. NDA സർക്കാരിനെ പറ്റി ബഹുമാന്യായ സോണിയാഗാന്ധി ഭയപ്പെടേണ്ട. പിന്നെ ഇന്ത്യയിലെ ജനകോടികളുടെ ഉത്തരവാദിത്വം അങ്ങനെയാണ് സോണിയാഗാന്ധി ഏറ്റെടുക്കേണ്ടത്. തന്നിട്ടില്ലല്ലോ കോൺഗ്രസിന്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇതൊക്കെ കൈകാര്യം ചെയ്യാനും കെൽപ്പും കാര്യമുള്ളൂ. കോൺഗ്രസ്സുകാരന് ഒരു കാര്യത്തിൽ ബേജാറാവണ്ട. കാരണം അവർക്ക് ബഹുഭൂരിഭാഗത്തിന്റെ പിന്തുണ ഇന്ത്യ രാജ്യം കൊടുത്തിട്ടില്ല. അവരങ്ങനെ പറയണമെങ്കിൽ ബഹുഭൂരിഭാഗം NDA സർക്കാരിനൊപ്പം ഇപ്പം തെരഞ്ഞെടുപ്പ് വന്നാലും അങ്ങനെ തന്നെ ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് ലോകരാജ്യത്തെ ജനങ്ങളുടെ മുമ്പിലൊക്കെ ജനഹൃദയങ്ങളിലെ ഈ നേതാവ് അങ്ങനെ ഒരു ഭാഗത്ത് ഒരു വിധത്തിൽ നശീകരിക്കില്ല. രാജ്യത്തിന്റെ പരമാധികാരത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് അന്നേ പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഞാൻ കാണുന്നുണ്ട് മലയാളത്തിൽ എഴുതി കാണിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരൊന്നും കാണില്ല. പിന്നെ ഒറ്റയടിക്ക് കുഞ്ഞുങ്ങളെ വന്നതിൽ അവിടെ മിസൈലാക്കാനാ ഇന്ത്യ. ഈ വിനോയ് ചാറിനെല്ലാം കോൺഗ്രസ്സുകാരുടെ ഭരണമില്ലെന്ന് വിചാരിച്ചിട്ട് നല്ല സ്ഥിരതയില്ലേ? ശരി, വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഫൗസിയ ഹുസൈൻ മെസ്സേജ് അയക്കുന്നു. ഫൗസിയ ഹുസൈൻ, താങ്ക് യു. അപ്പോൾ ഇന്ത്യൻ നിലപാട് നമ്മുടെ പൈതൃകത്തോട് യോജിച്ചതല്ല എന്നാണ് ഫൗസിയ പറയുന്നത്. പിന്നെ തീവ്രവാദിയെ വെളുപ്പിക്കുന്ന മനുവിന് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ഏത് തീവ്രവാദിയെ വെളുപ്പിച്ചാണ് മിസ്റ്റർ ലിയോ KS? ഞാനൊരു തീവ്രവാദത്തെയും വെളുപ്പിക്കുന്നില്ല. മാത്രമല്ല തീവ്രവാദത്തെ അങ്ങേയറ്റം ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ നിലപാടാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പൊട്ടക്കളക്കെട്ടിലെ തവളകൾ ഇവിടെ കിടന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അതുകണ്ട് ഇസ്രായേൽ പേടിച്ചിരിക്കുകയാണെന്ന് പരിഹസിക്കുന്നു സുനിൽ. അതോടൊപ്പം തന്നെ ഇന്ത്യൻ നിലപാട് തന്നെയാണ് കറക്റ്റ്, എടുത്തുചാട്ടം ഒന്നിനും നല്ലതല്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. നിലപാട് കൊണ്ട് ഒരു കാര്യത്തിൽ ഇടപെടാൻ താല്പര്യം ഇല്ല, അതാണ് വ്യക്തമാക്കുന്നത് എന്ന് എന്നോട് NPS പറയുന്നു. ഇന്ത്യൻ നിലപാട് തന്നെയാണ് ശരി, പ്രതിപക്ഷത്തിന് പ്രസ്താവന നടത്തി കയ്യടി വാങ്ങിക്കാം എന്ന് പറയുന്നു. ജയകുമാർ എന്നോട് പറയുന്ന അയൽരാജ്യത്തെ ഒരു ഭരണാധികാരി മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ മറ്റു രാജ്യങ്ങൾ ഒരു അനുശോചനം രേഖപ്പെടുത്തേണ്ടതാണ്. പക്ഷേ ഇന്ത്യ ആരെയാണ് പേടിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് അറിയണ്ടേ എന്ന് ജയകുമാർ ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ എപ്സ്റ്റീൻ ഫയലുകൾ ഒക്കെ തുറന്നാൽ മോദി ഏത് മാളത്തിലൊളിക്കും? ഫ്രണ്ടിൻ്റെ കക്ഷത്തിൽ എന്ന് സംശയിക്കുന്നു. ഓക്കെ, നവീൻ തോമസ് എന്നോടൊപ്പം ഉണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങളിൽ ജോലി ചെയ്യുന്ന 1 കോടി ആളുകളാണ് രാജ്യത്തിന് പരമപ്രധാനം, അല്ലാതെ ഹിസ്ബുള്ളയല്ല. കോൺഗ്രസ് ഹിസ്ബുള്ള ഫാൻസാണ്, അത് ഇന്ത്യൻ നയമല്ല എന്ന് എന്നോട് ബാബു നായർ പറയുന്നു. VC തോമസ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യൻ നേതൃത്വം പരമായ ശക്തമായ ഇടപെടൽ നടത്തണം. കാരണം ഈ രാജ്യങ്ങളെല്ലാം ഇന്ത്യയുടെ സൗഹൃദത്തിലാണ്, ഇന്ത്യയുടെ വാക്കിന് വിലയുണ്ടാകും എന്ന് VC തോമസ് പറയുന്നു. ഇന്ത്യൻ നിലപാട് കറക്റ്റാണെന്ന് ബാബു നായർ എന്നോട് പറയുകയും ചെയ്യുന്നു. മൗനം വിദ്വാന് ഭൂഷണം എന്ന് സുനിൽകുമാർ പറയുന്നു. എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ICC ക്രിമിനൽ പുള്ളിയാണ് ചിത്രീകരിച്ച് പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച നെതന്യാഹുവിനെ മോദി പോയി കെട്ടിപ്പിടിച്ചു വന്നു. ബാലകൃഷ്ണ, ആ നീതി കണ്ടാൽ പ്രതിപക്ഷം ഇടപെടും എന്നൊക്കെ ജയകുമാർ പറയുന്നുണ്ട്. ഫർഹസ എന്നോട് നിൽക്കുമോ യുദ്ധം എന്ന് ചോദിക്കുന്നുണ്ട്. യുദ്ധം അവസാനിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് അനിയൻകുട്ടനുണ്ട്, KG കുമാറുണ്ട്, മോഹനൻ പിള്ളയുണ്ട്. അപ്പോൾ ഇതിനിടയിൽ ആരോ ചോദിക്കുന്നു സമയം ആൾ വിളിക്കാത്തതുകൊണ്ടാണോ മറ്റാളുകൾക്ക് നമ്മുടെ ബിനോയ്ക്ക് അധികം സമയം കൊടുത്തതെന്ന്? അതുകൊണ്ടല്ല, ഇഷ്ടംപോലെ ആളുകൾ ക്യൂവിൽ നിൽപ്പുണ്ട്. അപ്പോൾ മോഹനൻ പിള്ളയിലേക്ക് ഞാൻ വരാം. ശ്രീ മോഹൻ പിള്ള, ചുരുങ്ങിയ വാക്കുകളിൽ കൊട്ടാരക്കരയിൽ നിന്നാണ് താങ്കൾ വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് സോണിയാഗാന്ധിയുടെ പ്രസ്താവന ഞാൻ വളരെ ആശ്ചര്യത്തോടെ കേട്ടത്. കാരണം ലോക നേതാവാണ് ശ്രീ നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ലോകങ്ങൾ മൊത്തം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇന്ത്യയുടെ സുഖത്തിലും ദുഃഖത്തിലും ആത്മാർത്ഥമായി നിലകൊണ്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ. എന്നാൽ ഇസ്രായേലിന്റെ കൂടെ അമേരിക്ക നിൽക്കുന്നു എന്നുള്ളത് മറ്റൊരു പോരായ്മ നമുക്ക് കാണാമെങ്കിലും ഇസ്രായേലിന്റെ ആക്രമണത്തില് ഇറാന്റെ പരമോന്നത നേതാവ് രക്തസാക്ഷിയായി തീർന്നിട്ടുള്ളത് നമുക്കൊരു ദുഃഖകരമായ ഒരു സംഗതിയാണെങ്കിലും സോണിയാഗാന്ധി അത് അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് 1994 വെൻ സെക്ഷൻസ് വിത്ത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, അതായത് നമ്മുടെ OIC രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ ഒരു റെസൊല്യൂഷൻ കാശ്മീർ വിഷയത്തിൽ UN കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ തടയാൻ തെഹ്റാൻ ഒരു സുപ്രധാനമായ പങ്ക് വഹിച്ചു എന്ന് സോണിയാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. അത് കശ്മീരിൻ്റെ വിഷയത്തെ അന്താരാഷ്ട്രവൽക്കരിക്കുന്നത് തടയാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി എന്ന് പറയുന്നു. ഇന്ത്യയുടെ എക്കണോമിക് ട്രാജക്ടറിയെ രക്ഷിക്കാനുള്ള ഒരു നീക്കമെന്ന് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് പറയുന്നു. ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് പ്രസൻസ്, അതായത് സഹിതൻ ഈ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ഡിപ്ലോമാറ്റിക് പ്രസൻസിനെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 2001 അടൽ ബിഹാരി വാജ്പേയിയുടെ തെഹ്റാൻ സന്ദർശനം ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ ഇറാൻ ബന്ധത്തിൻ്റെ
ഊഷ്മളതയെക്കുറിച്ച് പറയുന്നു. രണ്ട് നാഗരികതകൾ എന്ന തരത്തിൽ തന്നെ ഈ സംസ്കാരങ്ങൾ യോജിച്ചു നിന്നൊരു കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുക. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ലേഖനത്തിൽ സോണിയാഗാന്ധി പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ത്യ ഒക്കെ ഇത് ഒരേപോലെയാണ് എന്നാണ് ഉയർത്തി കാണിക്കുന്നത്. മനു, കാര്യമല്ല ഒരു സ്ഥിതിവിശേഷം ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതോടൊപ്പം തന്നെ റഷ്യ, ഇന്ത്യയുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ഇന്ത്യയോടൊപ്പം നിന്നുള്ള രാജ്യങ്ങൾ എവരെയൊന്നും വെറുപ്പിച്ചുകൊണ്ട് ഇനി ഒരു പൊതുവേദിയിൽ മാപ്പ് പറയാനോ അല്ലെങ്കിൽ ഒരു നിഷ്പക്ഷമായ നിലപാട് പറയാനോ ഇന്ത്യ മഹാരാജ്യത്തല്ല, ഇന്ത്യയോട് സമാനതയുള്ള ഒരൊറ്റ രാജ്യത്തിന് സാധിക്കത്തില്ലെന്ന് ഇത് പറയുന്ന ആൾക്കാർ കേൾക്കണം. ഇവിടെ രാഷ്ട്രീയമല്ല, ഒരു വിദേശ നയം എന്ന് പറഞ്ഞ രാഷ്ട്രീയം കളിക്കരുത്. ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പാണ് വിദേശ നയത്തിലൂടെ നമ്മൾ തെളിയിക്കുന്നത്. ഇറാൻ നമ്മുടെ സൗഹൃദ രാജ്യം തന്നെയാണ്, നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തില് ഈ പ്രധാനമന്ത്രിയല്ല, സാക്ഷാത് സോണിയാഗാന്ധിയാണ് ആ സ്ഥലത്തിരുന്നെങ്കിൽ സോണിയാഗാന്ധിക്ക് പോലും പറയാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നമ്മൾ നിഷ്പക്ഷമായിട്ട് അംഗീകരിക്കുക തന്നെ വേണം. സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയം കളിക്കുവാണ്. അതായത് ഇന്ത്യൻ ഡിഫൻസിന്റെ നിലപാടെന്താ, അവിടെ ഓരോ എഗ്രിമെന്റിന്റെ കാര്യങ്ങള് ലോക്സഭയിൽ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് നമുക്ക് എത്ര മ്ലേച്ഛമായിട്ട് കാണാക്കൂ. അതേപോലെ ഒരു മ്ലേച്ഛമായ ഒരു പ്രസ്താവനയാണ് ഈ സോണിയാഗാന്ധി നടക്കിയിരിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യെസ്, ഓക്കെ, വ്യക്തമാണ്. അപ്പം ഞാൻ നമ്മുടെ വിനോദിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. വിനോദ്, ഇന്ന് നേരത്തെ ഈ അൽറാസ് സറാഫിയെ ഒരു താൽക്കാലിക പരമോന്നത നേതാവ് തരത്തിൽ ആണ് ഇറാൻ കണ്ടിരുന്നത്. ഇപ്പോൾ അന്തിമ തീരുമാനം അത് സംബന്ധിച്ച് വന്നു എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. വിനോദ്, എന്താണ് അവിടെ നിന്നുള്ള ഇറാനിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? മനു, അസർബൈജാനെ കൂടി ഇപ്പോൾ ഇറാൻ ആക്രമിച്ചു എന്ന വിവരം വരുന്നുണ്ട്. ഇസ്രായേലിന് വലിയ തോതിൽ ഇന്ധനം നൽകുന്ന ഒരു രാജ്യമാണ് അസർബൈജാൻ. അതുകൊണ്ട് തന്നെ അവിടേക്കുള്ള ആക്രമണം കടുപ്പിക്കാനാണ് ഇറാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ GCC രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, പ്രത്യേകിച്ച് ആ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് നേരെയല്ല, മറിച്ച് അമേരിക്കയ്ക്ക് അവിടെ കൈമാറിയിട്ടുള്ള സ്ഥലങ്ങൾ, അവരുടെ എയർബേസുകളായിട്ടുള്ള ഇടങ്ങൾ, അവർ യുദ്ധത്താവളങ്ങളാക്കിയിട്ടുള്ള ഇടങ്ങൾ, അവിടേക്കായിരുന്നു കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ആക്രമണം. ഇന്നിപ്പോൾ അത് അസർബൈജാനിലേക്ക് കൂടി നീണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചാണ് അത്തരമൊരു നടപടി ഇപ്പോൾ ഇറാൻ കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആയത്തുള്ള ഖമനയുടെ മകൻ മുസ്തഫ ഖമനയി അധികം താമസിയാതെ ഇറാൻ്റെ പരമാധികാരിയായി ചുമതലയേൽക്കുമെന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം താൽക്കാലിക മേധാവിയെ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി അതിനുശേഷം പുറത്തു വന്നു. ഇനി മുസ്തഫ വന്നാലും വധിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുള്ളത്. കൊല്ലപ്പെടുന്നതിന് വേണ്ടിയുള്ളൊരു ലക്ഷ്യം വീണ്ടും വരുന്നു എന്നാണ് ഇസ്രായേൽ നെതന്യാഹുവിൻ്റെ ഒരു പരാമർശം ഉണ്ടായിട്ടുള്ളത്. വിനോദ്, ഇപ്പോൾ മുസ്തഫ ഖമേനിയെ അടുത്ത പരമോന്നത നേതാവായി പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ഇസ്രായേൽ പറയുന്നു ഇറാൻസ് നെക്സ്റ്റ് സുപ്രീം ലീഡർ ടു ബി ടാർഗറ്റഡ് ഫോർ എലിമിനേഷൻ, തട്ടിക്കളയാനായി അടുത്തയാളെ കിട്ടിയിരിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വരുന്നത്. ഇസ്രായേൽ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സ് ആണ് എക്സിൽ ഇങ്ങനെ കുറിക്കുന്നത്. എവറി ലീഡർ അപ്പോയിന്റഡ് ബൈ ദി ഇറാനിയൻ ടെറർ റെജിം ടു കണ്ടിന്യൂ ആൻഡ് ലീഡ് ദി പ്രോഗ്രാം for the destruction of Israel, to threaten the United States and the free world and the countries of the region and to suppress Iranian people will be unequivocal target for elimination. ഞങ്ങളുടെ ലക്ഷ്യമായിരിക്കും തകർത്ത് കളയും എന്ന വെല്ലുവിളി, എന്ന ഭീഷണി ആണ് എക്സിൽ കുറിക്കുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി. ഈ നേതാവല്ല, ഇനി ഏത് പരമോന്നത നേതാവ് ആരെ അപ്പോയിന്റ് ചെയ്താലും ഇറാനിയൻ ഭരണ സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് ആര് വന്നാലും അവരെ തകർക്കുക. അവർ ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിച്ചാൽ, അതുപോലെ അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായി ഉയർന്നാൽ, ലോക സമാധാനത്തിന് ഭീഷണിയായി ഉയർന്നാൽ, പ്രാദേശിക നിലനിൽപ്പിന് ഭീഷണിയായി ഉയർന്നാൽ, അത് ഇറാനിയിലെ ജനതയെ അടിച്ചമർത്തുന്ന നിലപാടുകൾ സ്വീകരിച്ചാൽ അവരെ മറ്റൊരു വ്യവസ്ഥയുമില്ലാതെ ടാർഗറ്റ് ചെയ്ത് തകർക്കും എന്ന് വളരെ കൃത്യമായി എക്സിൽ എഴുതുകയാണ് വിനോദ്. മനു, ഇത് ഇസ്രായേലിൻ്റെ മാത്രം ഒരു തീരുമാനമല്ല. കാരണം കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ എക്സിലെ കുറിപ്പും ഈ തരത്തിൽ വന്നിരുന്നു. അത് ടു ലേറ്റ് എന്നാണ്. അതായത് കുവൈറ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ചയ്ക്കുള്ള സാധ്യതകൾ ആരായുമ്പോൾ ഇനിയൊരു ചർച്ചയേ ഇല്ല, ഇറാനെ തച്ചുടച്ചിട്ട് പിന്മാറൂ എന്ന നിലയിൽ US-ഉം അതോടൊപ്പം തന്നെ ഇസ്രായേലും നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കാണ് UK-യുടെ ഒരു ഘട്ടത്തിലുള്ള ഇടപെടലുണ്ടായത്. അവരുടെ സൈനിക താവളം ആക്രമിച്ചപ്പോഴാണ് UK അതിൽ ഇടപെട്ടത്. പക്ഷേ പിന്നീട് UK പിന്മാറിയെന്ന തരത്തിലുള്ള വിമർശനം ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന്
വരികയും ചെയ്തു. യെസ്, വ്യക്തമാണ് വിനോദ്. അപ്പോൾ നമുക്ക് കൂടുതൽ ആക്രമണങ്ങളുടെയും അല്ലെങ്കിൽ തുടർ വിവരങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സമാധാനത്തിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടത്. അങ്ങനെ നടക്കുന്നുവെന്ന പ്രത്യാശ നമുക്ക് കൈവിടാനാകില്ല. ഈ ആക്രമണം ഉണ്ടാകുമ്പോഴും അതൊക്കെ നമ്മൾ നൽകുന്നത് ജനജീവിതം, സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾ, മനുഷ്യരുടെ പ്രയത്നങ്ങൾ ഒക്കെ ഇതാ കറുത്ത പുകയായി ഉയരുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണിക്കുന്നത്, ലോക ടെലിവിഷനുകളെല്ലാം കാണിക്കുന്നത് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്ന പ്രതീക്ഷയോടുകൂടിയാണ്. കെ ജി കുമാർ കൊട്ടാരക്കരയിൽ നിന്ന് എന്നോടൊപ്പം ഉണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ കുമാർ. ഹലോ. ചുരുങ്ങിയ വാക്കുകളിൽ ഈ ആൾക്കാർ ഇവര് സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള ആൾക്കാർ ആവശ്യപ്പെടുന്നത് പോലെ എടുത്തു ചാടി ഇന്ത്യ ഒരു അഭിപ്രായം പറയുന്നില്ല. എന്നാലും നയതന്ത്ര തലത്തിൽ ഇന്ത്യ ചെയ്യേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാര്യം പിന്നെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ ഈ മിണ്ടാതിരുന്നുണ്ട്. കാര്യം ഈ ഇറാനിൽ ഒരു വിഷയം ഉണ്ടായി, അവിടുത്തെ ഭരണാധികാരി മരിച്ച് തീർച്ചയായിട്ടും ദുഃഖകരമായ സംഭവമാണ്. പക്ഷേ അപ്പോഴ് ഇന്ത്യയിൽ ഏതെല്ലാം ഭാഗത്തു നിന്ന് ആരെല്ലാം അതിനെ പ്രതികരിക്കും, അവരുടെ ആശങ്ക എല്ലാം നമുക്കിപ്പോൾ വ്യക്തമായി മനസ്സിലായി. പക്ഷേ ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് ഏതെല്ലാം തരത്തിലുള്ള ആക്രമണമാണ് ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായത്. അന്നൊന്നും ഇവർക്ക് ആർക്കും തെരുവിലിറങ്ങി ആർക്കും പ്രതിഷേധിക്കാൻ വേണ്ട. ഈ രാജ്യത്തിനോട് അവർക്ക് അത്രേ കൂറുള്ളെന്ന് മനസ്സിലായി. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ പുറമെ എടുത്തു ചാടി അഭിപ്രായം പറയുന്നില്ല, വലിയ ആഹാ ഓഹോ എന്നൊന്നും ആക്കുന്നില്ല എന്നുള്ളതെല്ലാം ശരിയാണ്. പക്ഷെ ഈ പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നരേന്ദ്രമോദി പുലി പതുങ്ങുന്നത് പോലെ പതുങ്ങുന്നു. അത് ഒളിക്കാനല്ല, അത് കുതിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ശ്രമങ്ങൾ സമാധാനത്തിനാകട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത്. അനിയൻകുട്ടൻ, ചുരുങ്ങിയ വാക്കുകളിൽ. അനിയൻകുട്ടൻ. അനിയൻകുട്ടൻ്റെ ടെലിഫോൺ കട്ടാണ്. ഞാൻ ഡേവിഡ് വിജയിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് നമ്മുടെ യൂട്യൂബിൽ ചില ആളുകൾ എനിക്ക് പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. ഇറാനിലുള്ളത് കുടുംബ ഭരണമാണെന്ന് ഗ്ലാഡിയേറ്റർ പറയുന്നു. ഇസ്രായേൽ ഇന്ത്യ ഐക്യത്തെക്കുറിച്ചാണ് ജോബ് ബെർണാഡ് എനിക്ക് തംസപ്പും ഹൃദയമൊക്കെ അയക്കുന്നതിനോട് പറയുന്നത്. ഫൗസിയ ഹുസൈൻ പറയുന്നു ഇന്ത്യയുടെ വിദേശ നയം ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകരുത് എന്ന് പറയുന്നു. ഖത്തർ ഓക്കെയാണോ എന്നോട് ഷാഹു ചോദിക്കുന്നു. ഇവിടുത്തെ കുടുംബ ഭരണക്കാർ അവിടുത്തെ കുടുംബത്തെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ണ്ടെന്നാണ് ഗ്ലാഡിയേറ്ററിൻ്റെ വിമർശനം. ഭരണഘടനയാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് എന്നോട് അനു വിന്ദ് പറയുന്നു. ഒപ്പം അനു വിന്ദ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് ഇതൊക്കെ അയക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവാണോ, ലോക്സഭാ പ്രതിപക്ഷ നേതാവാണോ, ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റോ മറ്റോ ആണോ ഈ സോണിയാഗാന്ധി എന്നൊക്കെ മോഹനൻ എന്നോട് ചോദിക്കുന്നുണ്ട്. അവരൊരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവല്ലേ. അരുന്ധതി കോലംബറമ്പത്ത് മോദിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു. സുനിൽകുമാർ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇറാനെ എത്ര വെളുപ്പിച്ചാലും മാധ്യമങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, ഇരട്ടത്താപ്പ് ബുദ്ധിയുള്ള ജനങ്ങൾ അത് മനസ്സിലാക്കും, ബുദ്ധിയുള്ളവർ മോദിക്കൊപ്പം നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോപൻ കൃഷ്ണൻ എന്നോട് പറയുന്നു കോൺഗ്രസ് മൗനം പാലിക്കുന്ന സമയം ഉണ്ടായിട്ടുണ്ട് എന്ന് ഗോപൻ കൃഷ്ണൻ പറയുന്നു. മോഡിയാണ് ശരി എന്ന് ജോയ് ബെർണാഡ് എന്നോട് പറയുന്നു. ഓക്കെ, ശ്രീലങ്കയിൽ ഇറാൻ ഷിപ്പിനെ ആരാണ് ആക്രമിച്ചത് എന്ന ചോദ്യം എൻ വൈ ജോ മാത്യു ഉന്നയിക്കുന്നു. അപ്പോൾ ജോ മാത്യു, അത് 101 ആളുകൾ കാണാതായിട്ടുണ്ട്. ആക്രമണത്തിൻ്റെ വിവരങ്ങൾ കുറച്ചുകൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും ഒരു സബ്മറൈൻ അറ്റാക്ക് ഉണ്ടായി എന്ന വിവരങ്ങൾ വരുന്നു. ശ്രീലങ്കയിൽ 101 ശ്രീലങ്കൻ കോസ്റ്റിന് സമീപത്തായി 101 ആളുകളെ കാണാതായതിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇറാൻ അഹങ്കാരം ഉണ്ടായിരുന്നു, അതാണ് കുഴിയിൽ ചാടിയത്. ഇസ്രയേൽ അവസരം നോക്കി പണി കൊടുത്തു എന്ന് എന്നോട് കോമഡി പറയുന്നു. ഫരീഷ ഓക്കെ, യുദ്ധം അവസാനിക്കുന്നതിൻ്റെ പ്രതീക്ഷയിലാണ്. ഡേവിഡ് വിജയ് പള്ളുരുത്തി. ശ്രീ ഡേവിഡ് വിജയ്, ചുരുങ്ങിയ വാക്കുകൾ. അതെ, ഇത് ചുരുക്കത്തിൽ പറയാൻ പറ്റിയല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അജിത് ഡോവലിന്റെ അടുത്തും തോക്കുണ്ട്, അജ്മൽ കസബിന്റെ അടുത്തും തോക്കുണ്ട്. പക്ഷെ രണ്ടും ഒരുപോലെയാണോ? അതുപോലെ ഇറാൻ അണ്വായുധം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ടെഹ്റാൻ നഗരത്തിന്റെ അടുത്ത് ഒരു ഫലകം സ്ഥാപിച്ചിട്ടുണ്ട്. ആദ്യം 79 ഖുമൈനി കയറിയപ്പോ പറഞ്ഞതാണ്, ഇയാളുടെ മുൻഗാമി ഖുമൈനി, ആദ്യം ഞങ്ങൾ ഇസ്രായേലിനെ തകർക്കും, പിന്നെ അമേരിക്ക തകർക്കും. അത് ആണവ സമ്പുഷ്ടീകരണം 90% കവിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത തീവ്രവാദികൾ അത് പാകിസ്ഥാനിലേക്ക് ഹമാസ് വഴിയായിട്ട് മറിക്കും, നമ്മുടെ ഇന്ത്യൻ തകർക്കും. അപ്പൊ നമ്മളെന്താ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യണോ? അതുകൊണ്ട് ഇറാന്റെ ഖൊമൈനി ഭരണം എന്നൊക്കെയായിട്ട് എന്തെങ്കിലും ഒരു അവസാനിച്ചേ പറ്റുള്ളൂ. നമുക്കിപ്പോ സ്വല്പം പ്രയാസമുണ്ട് അതിന്റെ പേരിൽ കുറച്ച് ആൾനാശവും കുഞ്ഞുകുട്ടികളും സ്കൂൾ കുട്ടികളും ഒക്കെ മരിക്കണ കാണുമ്പോൾ. പക്ഷെ ആ സ്ഥാപനത്തെ നിലനിർത്തണമെന്നും അതിൻ്റെ അകത്ത് ഇടപെടണമെന്നും പറഞ്ഞ സമയത്തിന് മുതലെടുക്കാൻ വരുന്ന ഈ സോണിയാഗാന്ധിയെ മാതിരിയുള്ളവരെ നാളെ ഇവിടെ ഈ രാജ്യത്ത്, ഞാൻ ബാക്കി പറയുന്നില്ല, എനിക്ക് ഇതിൽ കൂടി പറഞ്ഞാൽ കുറച്ച് എന്തെങ്കിലും നോൺ പാർലമെന്ററി വേർഡ്സ് പറഞ്ഞാൽ ആകരുത്. അതുകൊണ്ടാണ് അത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അവരുടെ വർത്താനം കേട്ടിട്ട്. കാരണം നമുക്കും വരെ ക്ഷീണം ചെയ്യുന്നതാണത് ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്.
ഇപ്പൊ അബ്ദുൽ കലാമിന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്, ഒസാമ ബിൻ ലാദനും ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ റഷ്യയുടെ അടുത്ത് ഇത് അണ്വായുധങ്ങളുണ്ട്, അവർ യുക്രൈനിൽ അത് എടുത്തിട്ടോ. അതുപോലെ അല്ല ഇങ്ങോട്ടുള്ള നിലപാട്. കാരണം ഇത് സമ്പുഷ്ടീകരണം തകർത്തില്ലെങ്കിൽ എന്തുണ്ടാവും നമുക്കറിയാം. അപ്പൊ ഇതുപോലെ അവരുടെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധി ഇരിക്കുമ്പം ഒരു വിഡ്ഢിത്തരം പറഞ്ഞു. പണ്ട് നാസർ ഈജിപ്ത് ഇസ്രായേൽ കാലത്ത് സൂയസ് കനാൽ അടയ്ക്കുന്ന പറഞ്ഞു. ഞാനൊന്ന് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നതേ ഉള്ളൂ. അന്ന് ഇവർ ചാടിക്കയറി പറഞ്ഞു, ലോകത്തിൽ ആരും മിണ്ടിയിട്ടില്ല. അതുപോലെ പറയണമെന്നാണ് അവർ പറയുന്നത്. നരേന്ദ്രമോദി അതുപോലെയല്ല, ഇവിടുത്തെ അഡ്മിനിസ്ട്രേഷനും വളരെ പ്രൊഫഷണലി മാനേജ്ഡാണ്. അജിത് ഡോവല്, മറ്റുള്ള ജയശങ്കർ, ഇതുപോലെയുള്ള പലരുടെ ഉപദേശത്തിലാണ് പോകുന്നത്. ഈ പെണ്ണുമ്പിള്ള പഠിപ്പിക്കാൻ വരണ്ട അതെന്ത് ചെയ്യണം, എവിടെ നിൽക്കണം എന്നുള്ളത്. അപ്പൊ മാതൃരാജ്യത്തിനേക്കാളും കൂറ് ഇങ്ങനെ ഒരു എന്താ പറയുന്നത് പൗരോഹിത്യ വർഗത്തോടാണല്ലേ. അത് മനുഷ്യനെ പിന്നോട്ടടിക്കുന്നത്. ഞാൻ ഷായുടെ ഭരണകാലത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്, റാന് ഇന്നും ശ്രദ്ധിക്കുന്നുണ്ട്. ഷാ കുറച്ച് ക്രൂരത കാട്ടിയിൽ ഏകാധിപതിയായി എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ എന്നാലും അതിന് പകരം മറ്റൊരു ഏകാധിപതി. ഞാൻ ഇത് സദ്ദാമിനെ ആക്രമിച്ചപ്പോൾ ഞാൻ അത് അനുകൂലിച്ചില്ലല്ലോ. ഇന്ന് സദ്ദാമിനെ അവിടെ നിലനിർത്തിയിരുന്നെങ്കിൽ അവരുടെ കൈ കൊണ്ട് ഈ ചങ്ങായി കഴിഞ്ഞേനെ അവർ തമ്മിൽ തല്ലിയിട്ട്. അതൊക്കെ അമേരിക്ക ന്യായീകരിക്കുകയല്ല. പക്ഷെ ഈ സന്ദർഭത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും പോലെ. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. രാജൻ കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജൻ കൊല്ലത്തുനിന്നാണ്. രാജൻ, ഓക്കെ. ഈ ഡേവിഡ് വിജയ് പറഞ്ഞ വളരെ സത്യമാണ്. കാരണം വെച്ചാല് ഈ സോണിയാഗാന്ധിക്ക് ഒരു പണിയില്ലയോ. സോണിയാഗാന്ധി ഇപ്പൊ ഇറാനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം പിള്ളേർ രണ്ടും വന്ന് ജയിക്കണമെങ്കിൽ വയനാട്ടിൽ വന്നിട്ട് പാകിസ്ഥാന്റെ കൊടിയുടെ അടുത്ത് വന്നതിലേ ജയിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നേ. പിന്നെ ക്രിസ്ത്യാനികളും പിന്നെ മുസ്ലിങ്ങളും തമ്മിൽ അടിയുണ്ടാകുന്നതിന് BJP-കാരനായ മുഖ്യമന്ത്രി, നമ്മുടെ പ്രധാനമന്ത്രി എന്തിനാ അഭിപ്രായം പറയുന്നത്? പോയി പണി നോക്കാൻ പറ ആയിരിക്കും അടിക്കുന്നതിന്. നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് വേണം നമ്മുടെ അതിർത്തി വന്നിട്ട് മുൻപോക്കി നോക്കിയിട്ട് ആൾക്കാരെ കൊല്ലാൻ. ഇവന്മാര് പിന്നെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം കൊണ്ടിടുന്നത് ഇസ്രായേലിന് മണ്ടയ്ക്കാ, രണ്ടാമത് കൊണ്ടിടുന്നത് നമ്മുടെ കാശ്മീരില്ല, മൂന്നാമത് കൊണ്ടിടുന്നത് മെക്കയിലാണ്. ആ മെക്കയിലായി ഇടുന്നെന്ന് സൗദി അറേബ്യയിലുള്ള മുസ്ലിങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഇതിനെ എതിർക്കുന്നത്. ഈ ഇറാൻ ഏറ്റവും തല്ലിപ്പൊളിയായ ഒരു രാജ്യമാണ്. അവർക്ക് തലയിൽ പിശാച് പിടിച്ച സംഗതിയാ. ആ ഷായുടെ ഭരണകാലത്ത് എനിക്ക് നന്നായിട്ട് അറിയാം എത്ര നന്നായിട്ട് പോയൊരു രാജ്യമാണ്. നശിച്ച് നാരായണക്കല്ല് വെച്ചില്ലേ. എന്നിട്ട് പറയാം ഇപ്പം പിന്നെ എല്ലാ പ്രധാനമന്ത്രിമാരും അഭിപ്രായം പറഞ്ഞോ? എന്തിനാ മോഡി എന്തിനാ അഭിപ്രായം പറയുന്നത്? പോയി പണി നോക്കാൻ പറ സാറേ. ശരി, ഓക്കെ. അതാണ് നമ്മുടെ രാജൻ കൊല്ലം, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. രാജൻ കൊല്ലത്തിന് നമസ്കാരം ഗ്ലാഡിയേറ്റർ കൊടുക്കുന്നുണ്ട്. ലിയോ KS ഇന്ത്യ ഇസ്രായേൽ ഐക്യത്തിന് വേണ്ടി പറയുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നത് ജപ്പാനിൽ ബോംബിട്ട് എത്രയോ ലക്ഷം പേരെ അമേരിക്ക കൊന്നു, എത്ര ലക്ഷം പേർ ദുരിതത്തിൽ ആയി എന്നത് ഓർമ്മയുണ്ടോ എന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു. ഗ്ലാഡിയേറ്റർ ഡേവിഡ് വിജയെ പിന്താങ്ങുന്നു. സോണിയയ്ക്ക് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് എന്ന് എന്നോട് സുനിൽകുമാർ പറയുന്നു. ഭീകരവാദം ഒരു രാജ്യത്തിനും ഭൂഷണമല്ല എന്ന് മുരളി 3675 എന്നോട് പറയുന്നു. ഡേവിഡ് വിജയ് 100% ശരിയാണെന്നാണ് സുനിൽകുമാർ QO പറയുന്നത്. ഖദീജ VKD എന്നോട് 101 എന്ന് പറയുന്നുണ്ട്. പ്രജിൽ രാജ് 101 ആണോ 180 ആണോ എന്ന് ഞാൻ 101 എന്നാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. നരേന്ദ്രമോദി പുതിയ പറയും, അത് നരേന്ദ്രമോദി പറയും, അത് കാണിക്കുകയും ചെയ്യും എന്ന് എന്നോട് അനുബിന്ദു പറയുന്നു. കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പിൻ്റെ ആശാന്മാരാണ് എന്ന് ഗോപൻ കൃഷ്ണൻ എന്നോട് പറയുന്നു. ഇന്ത്യ ഇസ്രായേലിൻ്റെ ഭാഗത്താണോ എന്നോട് ഖദീജ VKD ചോദിക്കുന്നു. വെർട്ടിസ് പറയുന്നു എവരി ഡോഗ് ഹാസ് എ ഡേ. ജോയ് മോദിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നു. അപ്പോൾ ചകരി നയം എന്നാണ് യത്തർ ഫെയിം എന്നോട് പറയുന്നത്. മിസ്റ്റർ ഔറ പറയുന്നു പുലിയാണ് മോദി എന്ന് പറയുന്നു. ഇന്ത്യൻ സൂപ്പർ എന്ന് അനൂപ് പറയുന്നു. അങ്ങനെ നിരവധി കമൻറ്റുകൾ എനിക്ക് വന്നുകൊണ്ടിരിക്കും. എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. വിവരങ്ങൾ പുറത്തു വരുന്നു. അൽ ജസീറയുടെ റിപ്പോർട്ടർ സൈന കോഡർ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ നടുവിൽ ആണ് ആക്രമണങ്ങൾ നടന്നത് എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇസ്രായേൽ തുടർച്ചയായുള്ള ആക്രമണം ഹെസ്ബുള്ള കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ലെബനനിൽ നടത്തുന്നു. ഈ ഘട്ടത്തിൽ 50ഓളം ആളുകൾ ലെബനനിൽ ഇസ്രായേൽ ഈ ആക്രമണം കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 50ഓളം പേരുടെ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. മരണസംഖ്യ ഉയരുന്നു എന്നതിന് വിവരങ്ങളാണ് ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വി വിനോദ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകും. വിനോദ്, തിങ്കളാഴ്ച മുതലുള്ള കണക്ക് നോക്കിയാൽ ലെബനനിലെ മരണസംഖ്യ 50ലേക്ക് ഉയരുകയാണ്.
മനു, ലെബനന്റെ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിലേക്ക്. ലെബനന്റെ അവകാശവാദമുണ്ട്, ഇസ്രായേലികളെ വധിച്ചു എന്ന തരത്തിലാണ്. ഈ പ്രധാനമായി ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കനത്ത ആക്രമണമുണ്ടായിരുന്നു, വലിയ നാശനഷ്ടമുണ്ടായിരുന്നു. അതിന് തിരിച്ചടി എന്നോണം ലെബനിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രായേലിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ച് വടക്കൻ മേഖലകളിലേക്കാണ്, ഇസ്രായേലിൻ്റെ വടക്കൻ മേഖലകളിലേക്ക് ആണ് ഈ ഹിസ്ബുള്ളയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ലെബനൻ്റെ തെക്ക് ഭാഗത്തും ആ തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. മറ്റൊരു കാര്യം, ശ്രീലങ്കൻ തീരത്ത് ദേന എന്ന ഇറാനിയൻ കപ്പൽ മുക്കി എന്ന US-ൻ്റെ അവകാശവാദം. ഇന്ന് 17 പടക്കപ്പലുകൾ തകർത്തു എന്ന കാര്യമാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അതിൽ തന്നെ ദേന അത് സബ്മറൈൻ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ തകർത്തു എന്ന ഒരു അവകാശവാദം അത് ഇപ്പോൾ റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. 101 പേരെ കാണാതായിരിക്കുന്നു, 35 പേരെ ശ്രീലങ്കൻ സൈന്യം രക്ഷിച്ചു എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അത് ഗാലെ തുറമുഖത്തിന് സമീപമാണ്, കൊളംബോയ്ക്ക് അടുത്തുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ്റെ കപ്പൽ തകർന്നതായ വിവരങ്ങൾ കൂടി പുറത്തു വന്നത്. മനു, യെസ്, വ്യക്തമാണ്. വി വിനോദാണ് എനിക്ക് ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്ക് ഈ ആക്രമണങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകുന്നത്. ഓരോന്നും നടക്കുന്നത് തന്നെ എല്ലായിടത്തും നഷ്ടപ്പെടുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങൾ, മനുഷ്യരുടെ പ്രതീക്ഷകൾ, അവർ പടുത്തുയർത്തിയ അവരുടെ വിയർപ്പും അവരുടെ ചോരയും അതാ ബോംബ് വർഷിക്കുമ്പോൾ അവിടെ തകർന്ന് മണ്ണടിയുകയാണ്. ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്തു നിന്നാണ്. ശ്രീ ചന്ദ്രൻ നായർ, ഈ നരേന്ദ്രമോദി ഇടപെടുന്നില്ല എന്ന തോന്നൽ ചന്ദ്രൻ നായർക്കുണ്ടോ? സാർ, നിശബ്ദതയല്ല സാർ, നയതന്ത്രം തന്നെയാണ് നടക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങൾ ഉള്ളതിനാൽ കാലതാമസം വരുന്നു. അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. യുദ്ധം തീരുന്നതിന് ഭാരതത്തിന് ഒട്ടും താല്പര്യമില്ല സാർ. യുദ്ധം തുടരുന്നതിന് ആർക്കും താല്പര്യമില്ല. മാത്രമല്ല, ഗൾഫ് മേഖലയിലുള്ള +2 SLC ഇങ്ങനെയുള്ള പരീക്ഷകളെല്ലാം മാറ്റിവെച്ചു. ഇനി പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു വേണം ഇനി അവിടെ പരീക്ഷ നടത്താൻ. അതനുസരിച്ചിട്ട് കുട്ടികൾക്കും അവരുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് സാർ. സാറിനെ പോലെ തന്നെ ഞാനും നീറിപ്പോഞ്ഞാണ് സാർ കഴിയുന്ന. എന്റെ കുടുംബാംഗങ്ങളൊക്കെ അവിടെ ഉള്ളത് കാരണം കൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല സാർ. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം സന്തോഷ് ചേരുന്നു ബാംഗ്ലൂരിൽ നിന്ന്. സന്തോഷ്, നമ്മുടെ ബാംഗ്ലൂരിലെ മലയാളികളൊക്കെ എന്താണ് ഇപ്പോൾ അവരൊക്കെ ഈ വിഷയം എങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്? ഇന്ത്യൻ നിലപാടുകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രവാസികളെ സംബന്ധിച്ചൊക്കെ ബാംഗ്ലൂരിൽ നിന്നുള്ള മലയാളികൾ പറയുന്നത് എന്താണ് സന്തോഷ്? അതെ സാറേ, നമ്മുടെ ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ആ കാല് പോവും, കയ്യിൽ പോവും. ഈ തലച്ചോറിലാണ് വന്ന് ഈ കുരുവിനെ കൊണ്ട് നമ്മള് ഇതാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാല് നക്കിയത്, ഇപ്പം അമേരിക്കക്കാരന്റെ കാല് നക്കിക്കൊണ്ടിരിക്കുക. ശരി, ഓക്കെ. എന്നോടൊപ്പം ചേരുന്നത് മിനി ടീച്ചർ മാവേലിക്കരയിൽ നിന്ന് ചേരുന്നു. ശ്രീ മിനി ടീച്ചർ, നമുക്കറിയാം യുദ്ധം നമ്മൾ ആരും ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ ഇതുപോലെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാനായി കഴിയും? നമ്മുടെ രാജ്യം എന്ത് നിലപാട് സ്വീകരിക്കണം? അത് രണ്ട് വിഭാഗത്തെയും ഒരുപോലെ അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരുവാനുള്ള കരുത്ത് നമ്മുടെ രാജ്യത്തിനുണ്ടോ? അതോ ഇത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾ ഇവിടെ നടക്കുന്നില്ല എന്ന ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലും കഴമ്പുണ്ടോ? ഗുഡ് ഈവനിങ് മനസ്സാറേ. ഗുഡ് ഈവനിങ്. ഒരുപാട് കോൾ ചെയ്തിട്ടാ സാറേ. ഇവിടെ ഇപ്പൊ ഈ സോണിയാഗാന്ധിയുടെ പ്രസ്താവനയാണല്ലോ നമ്മൾ മെയിനായിട്ടും പറയുന്നത്. അങ്ങനെ ഒരു കാര്യം പറയേണ്ട കാര്യമേ ഇല്ല. കാരണം ശക്തനായ ഒരു പ്രധാനമന്ത്രിയുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ സാറേ, ഇപ്പൊ ഇറാനിലാണ് നോർമലി ഒരുപാട് പേര് മരിക്കുന്നത്. നമുക്ക് പേഴ്സണലി അത് സങ്കടമാണ്. ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും. ഈ ഇടയിൽ പറയുമ്പോൾ അവര് അത് കേൾക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് മോദിയുടെ കാര്യങ്ങൾ ചിന്തിച്ചു മാത്രമേ അവർക്ക് ഓരോ കാര്യങ്ങൾക്കും എടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ പറയുന്ന കണക്ക് പ്രസ്താവന നമ്മുടെ ഇവിടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നല്ലോ, അന്ന് ഈ പറയുന്ന ഒരൊറ്റ മനുഷ്യര് പോലും കൊടി പിടിക്കാനോ ഒരു കാര്യത്തിനും ഇല്ലായിരുന്നു. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷിതത്വം നോക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി അവര് നോക്കിക്കോളൂ. അല്ലാതെ ഈ മനുഷ്യര് ചുമ്മാതെ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തോ കാര്യമോ. ശരി, വ്യക്തമാണ്. അപ്പോൾ ടീച്ചറെ കുറേ നാളുകൾക്ക് ശേഷമാണ് സംസാരിക്കാൻ കഴിഞ്ഞത്. എന്തായാലും പക്ഷേ ഇന്ന് നിറയെ ആളുകൾ നമ്മളെ ഈ യുദ്ധകാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം പറയാൻ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഏതായാലും ടീച്ചർക്കും കുടുംബത്തിനും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ രാജൻ ചേട്ടൻ CPM ആണെങ്കിലും സത്യം പറയുന്നുവെന്ന് സുനിൽകുമാർ എന്നോട് പറയുന്നു. ലിയ പുത്തൻ വീട്ടിൽ ബിനു എന്നോട്
ഹായ് എന്ന് പറയുന്നുണ്ട്. ഈ ലിയ പുത്തൻ വീട്ടിൽ ബിനുവിന് എൻ്റെ ഹായ്. മുരളി നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ 3675. അപ്പോൾ മുരളിക്കും എൻ്റെ ഹായ്. ഇറാനിലെ മതഭരണം തീരണം എന്ന് ജോയ് പറയുന്നു. ഗോപൻ പറയുന്നത് രാജന് നമസ്കാരം എന്നാണ് പറയുന്നത്. കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു എന്ന് ലിയോ കേസ് പറയുന്നു. ഏകാധിപത്യ ഭരണം ഭൂഷണമല്ല എന്ന് പറയുന്നു. സീപോർട്ട് എന്ത് ചെയ്തു എന്ന് സിജോ കെ ചോദിക്കുന്നു. ഇറാൻ ആണവശക്തിയായാൽ ഇന്ത്യക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് ഗ്ലാഡിയേറ്റർ ഓർമ്മിപ്പിക്കുന്നു. മിസ്റ്റർ ഔറ പറയുന്നത് ഇറാനിൽ അതിന് ആണവ ഊർജ്ജം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സിജോ പറയുന്നത് ഇന്ത്യൻ ടാക്സ് മണി പോയി കിട്ടിയെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ശിവദാസൻ പ്ലീസ് give some time to our PM to express his opinion about the current situation എന്ന് എന്നോട് ശിവദാസൻ TK നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹം പറയുന്നുണ്ട്. അച്ചുന സെറീന എന്നോട് പറയുന്നു ഖത്തർ സേഫാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഖത്തറിലുള്ള നമ്മുടെ പ്രേക്ഷകരെ മറുപടി നൽകുന്നുണ്ട്. ഈ ആത്മീയ നേതാവിൻ്റെ എത്ര കാലമായി ഭരണത്തിൽ തുടരുന്നു, അത് മരണത്തോടെ അവസാനിച്ചു എന്ന് എന്നോട് ഗോപൻ പറയുന്നു. ലോകം സമാധാനത്തിന് നമ്മൾ മാറ്റിവെച്ച 2 കോടി രൂപ കൊടുത്താലോ എന്ന്, അത് കേരളം മാറ്റിവെച്ചു. അത് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ, അപ്പോൾ മിനി ടീച്ചർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു രാഹുൽ രാക്കു. മിനി ടീച്ചർ പറഞ്ഞത് കറക്റ്റാണെന്ന് സുനിൽ പറയുന്നു. ഇവിടെ പ്രകടനം നടത്തിയവർ മറ്റു പലരോടുമാണ്. അബുദാബി സേഫാണ് കേട്ടോ എന്ന് എന്നോട് JUVXT പറഞ്ഞു. JUVXT, ഇത്തരം സന്ദേശങ്ങളാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കൊരു ചുവന്ന ഹൃദയവും അയക്കുന്നുണ്ട്. അബുദാബി അതായത് എമിറേറ്റ്സൊക്കെ സേഫാണെന്ന് അറിയുമ്പോൾ വലിയ സന്തോഷമാണ് നമുക്ക് വരുന്നത്. നമ്മുടെ പ്രവാസികളായ ആളുകൾക്ക് ഇത്തരം സന്ദേശങ്ങൾ നൽകാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വലിയൊരു ആശ്വാസമാകും. അപ്പോൾ JUVXTയോട് പ്രത്യേകം നന്ദി പറയുന്നു. അബുദാബി സേഫാണ്, അവിടെ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നു. ഫ്രീ ഇറാൻ ഫ്രം ഇസ്ലാമിക് എക്സ്ട്രീമിസം എന്നോട് ഫ്രണ്ട്ലി പറയുന്നു. കുട്ടൻ കിരൺ എന്നോട് പറയുന്നത് ഖത്തറും സേഫാണെന്നാണ്. യെസ് കുട്ടൻ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ ദുബായിൽ നിന്ന്, ഖത്തറിൽ നിന്ന് ഒക്കെ, അബുദാബിയിൽ നിന്നൊക്കെ എനിക്ക് സന്ദേശങ്ങൾ അയക്കുന്നു. അപ്പോൾ എല്ലായിടത്തും സേഫാണ് എന്ന വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശിവദാസൻ, കുടുംബാംഗങ്ങളുടെ കാര്യമൊക്കെ എന്താണ് പറയുന്നത് ഇപ്പോൾ അവിടുന്ന്? ശിവദാസൻ നമസ്കാരം സാർ. നമസ്കാരം. സാറേ, വളരെ നീറ്റായിട്ട് സമാധാനമായിട്ട് പോകുന്നുണ്ട്. അതായത് ഇതുവരെയും അവിടെ അമേരിക്കയുടെ തുറമുഖങ്ങളാണ് കപ്പലൊക്കെ അടിക്കുന്നത്. അതേസമയം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നിടത്തോ അവിടെയുള്ള മറ്റ് രാജ്യക്കാർക്ക് അടുത്ത് ഒരു ബിൽഡിങ്ങിലോ ഒന്നിലും അവർ ഉപദ്രവിക്കുന്നില്ല. ദുബൈയിൽ എന്റെ 2 പയ്യന്മാരും മറൈൻ സ്റ്റേറ്റ് ജോലി ചെയ്യുന്നു. അവിടെയും അവർ വർക്കിന് പോകുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ഇന്ന് രാവിലെ 2 എണ്ണം ലഹറിലടിച്ചു, 1 വിടുന്നു, 1 അടിച്ചു മാറ്റി. അത് വിടുന്ന തുറമുഖത്ത് ഇൻഡസ്ട്രി ആ മേഖലയിലാണ്. ഇതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ വിഷയത്തിൽ വേണം സാർ, അതുകൊണ്ട് സാറിനെ പ്രത്യേകം ചോദിച്ചു. അതിൽ നന്ദി പറയാൻ പറഞ്ഞ് പാടിക്കേണ്ട. ന്യൂസ് എയ്റ്റിൽ എല്ലാ കാര്യങ്ങളും ഭംഗിച്ച് മറ്റ് ചാനലിലെ പോലെയല്ല ന്യൂസ് എയ്റ്റ് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ആശ്വാസമുണ്ട്. മറ്റു ചാനലുകളിൽ ഒരുപാട് കാര്യങ്ങൾ പേടിപ്പിക്കുകയാണ് പറഞ്ഞ അതേപോലെ നടക്കുന്നില്ല എന്ന് എന്റെ മോളും മരുമോനും മക്കളും പറയുന്നുണ്ട്. അവിടുത്തെ പെൻഷനും പറയുന്നുണ്ട്. പിന്നെ ആദ്യം അവിടെയുള്ള എല്ലാ മലയാളിയൊക്കെ, എല്ലാ നാട്ടുകാർക്കും, ലോകമെങ്ങാടുള്ള എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഭൂമി ഇതോട് പ്രാർത്ഥിക്കാം. അത് വളരെ നല്ലൊരു ആശ്വാസം പകരുന്ന, ഒരു സന്തോഷം പകരുന്ന ഒരു പ്രതികരണമാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. നമ്മുടെ മലയാളികൾ കൂടുതൽ സുരക്ഷിതരാണ് എന്ന വിവരങ്ങൾ എനിക്ക് പലയിടങ്ങളിൽ നിന്ന് ലഭിക്കുകയാണ്. ശ്രീ ശിവദാസൻ അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കുടുംബാംഗങ്ങളും സുരക്ഷിതരാണെന്ന് അറിഞ്ഞാൽ സന്തോഷം. ന്യൂസ് 18 പ്രത്യേകിച്ച് നമ്മുടെ പൊതുവേദി പ്രേക്ഷകരുടെ എല്ലാവരുടെയും പിന്തുണ അവർക്കൊപ്പമുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ഇവിടെ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ പൊതുവേദിയുടെ ആശംസകളും അവരെ അറിയിക്കണം. ഓക്കെ, ഒരു കാര്യം പറയട്ടെ സാറേ. ഓക്കെ, താങ്ക് യു. അപ്പോൾ അനഘ എന്നോടൊപ്പം ചേരുന്നുണ്ട്. അനഘ മാവേലിക്കരി എന്നാണ്. അപ്പോൾ അനഘ എഴുതിയത് പെട്ടെന്ന് ജമ്പ് ചെയ്ത് പോയി. അനഘ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, അതുകൊണ്ട് വായിക്കാതെ പറ്റില്ല. ഓക്കെ, ഞാൻ തപ്പിയെടുക്കാം. ഓക്കെ, ലീവ് ഇൻ ദ കൺട്രി യു സപ്പോർട്ട് ഓർ സപ്പോർട്ട് ദ കൺട്രി യു ലീവ് ഇൻ. വെരി ഗുഡ്. അനഘയ്ക്ക് ഇങ്ങനെ ചില പ്രത്യേക പരാമർശങ്ങളും പ്രയോഗങ്ങളും ഒക്കെ ഉണ്ട്. അവർ ഇംഗ്ലീഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ചില വാക്കുകൾ കൊണ്ട് അത് വിസ്മയകരമായി പ്രകടിപ്പിച്ച് അത് ഒരു അർത്ഥവത്തായ പ്രയോഗങ്ങൾ നടത്തുന്നതിൽ അനഘ എപ്പോഴും മുന്നിലാണ്. അപ്പോൾ ലീവ് ഇൻ ദ കൺട്രി യു സപ്പോർട്ട് ഓർ സപ്പോർട്ട് ദ കൺട്രി യു ലീവ് ഇൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം പ്രധാനമായി നോക്കണം എന്ന് പറയുന്നു. കൊല്ലം ഉത്സവത്തിൽ പരിക്കുള്ള കുട്ടിക്ക് എങ്ങനെയുണ്ട് എന്ന് എന്നോട് രവികുമാർ ചോദിക്കുന്നു. അതിൻ്റെ വിവരങ്ങളാണ് ഞാനും ആരായുന്നത്. ഭാരതീയർ എല്ലായിടത്തും സേഫ് ആയിരിക്കട്ടെ എന്ന് സുനിൽകുമാർ. ശക്തിമാൻ വന്നിട്ടുണ്ട്. ശക്തിമാനെ എവിടെയായിരുന്നു? ഞാൻ കണ്ടില്ലല്ലോ ഇത്ര നേരം. കേരള സേഫാണ്, ഇവിടെ
ഇവിടെ ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്ന്. ശക്തിമാൻ. ഓക്കെ, കൊല്ലം. ഓക്കെ, ജയ് പൊങ്കാല കേരള വേൾഡ് പറയുകയാണ്. അബ്ദുൾ ഹമീദ് എനിക്ക് തംസപ്പ് അയക്കുന്നുണ്ട്. UAE സേഫാണ് എന്ന് സൗമ്യ രവി. ഓക്കെ സൗമ്യ, നൈസ് ടു ഹിയർ ദാറ്റ്. UAE സേഫാണെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അവിടെയുള്ള എല്ലാ പ്രവാസികളും അവിടുത്തെ മനുഷ്യരും ഒക്കെ നമുക്ക് ഒരേപോലെ പ്രധാനപ്പെട്ട, അവരുടെ എല്ലാം ജീവനും ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും അവിടെ സേഫാണെന്ന് കേൾക്കുമ്പോൾ അത് വളരെ വളരെ സന്തോഷം. കുട്ടൻ ഖത്തർ സേഫാണെന്ന് എന്നോട് പറഞ്ഞു. World War III ഇൻ ഫുഡ് സ്റ്റെപ്സ് എന്നൊരു സന്ദേശം സൗമ്യ രവി ഭയക്കുന്നു. അങ്ങനെ പേടിക്കേണ്ട, അത് സംഭവിക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഷെയ്ബ് ഇറാൻ എന്നൊക്കെയുള്ള തമാശ പരിഹാസങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ വന്നുകൊണ്ടേയിരിക്കുന്നു. അജയ്കുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അജയ്കുമാർ കേൾക്കുന്നുണ്ട്. ശ്രീ അജയ്കുമാർ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായ ചില പ്രതികരണങ്ങൾ നമ്മുടെ പ്രേക്ഷകർ പ്രഖ്യാപിച്ചു. നാസറുമായി അന്നുള്ള അടുപ്പം സമാനമായ രീതിയിൽ എടുത്തുചാടിയ ഒരു പ്രയോഗം ഇന്ത്യൻ സർക്കാർ നടത്തരുത് എന്ന് ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കുമാർ നമ്മളോട് പറയുന്നു. ഇപ്പോൾ സോണിയാഗാന്ധി ആവശ്യപ്പെടുന്നത് ഒരു പരമോന്നത നേതാവിൻ്റെ വധം സംഭവിച്ചിട്ട് ഈ രാജ്യം മിണ്ടാതിരിക്കുകയാണല്ലോ, ഇത് ശരിയാണോ എന്ന ചോദ്യം അവർ ഉന്നയിക്കുകയാണ്. അപ്പോൾ മറ്റു പല കോണുകളിൽ നിന്നും ഇന്ത്യയുടേത് മൗനമാണ്, ഒളിച്ചോട്ടമാണ് എന്നൊക്കെയുള്ള ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. ശ്രീ അജയ്കുമാർ, ഇത് മൗനമാണോ, ഇത് ഒളിച്ചോട്ടമാണോ, അതോ ഇത് പ്രായോഗികമായ ഒരു നയതന്ത്ര ഇടപെടലാണോ? ശ്രീ മനു, ഈ സാന്ദർഭികമായിട്ടായാലും ഇന്ദിരാഗാന്ധിയുടെ പേരവിടെ വന്നുകൊണ്ട് ഒരു പരാമർശം നടത്തി പോകാതിരിക്കാൻ നിർവാഹമില്ല. 1971 ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം അല്ലെങ്കിൽ പാകിസ്ഥാൻ വാർ, ആ സമയത്ത് പാകിസ്ഥാൻ ബംഗ്ലാദേശിൽ കയറി ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊല്ലുകയായിരുന്നു. 3 മില്യൺ ഹിന്ദുക്കളെ തന്നെ ഹിന്ദുക്കളെന്ന് കണ്ടുപിടിച്ച് അവരുടെ വീട് മാർക്ക് ചെയ്ത് അവരെ ഉപദ്രവിച്ച് കൊന്നുകളഞ്ഞു. നമ്മൾ ബംഗ്ലാദേശിൽ ലിബറേറ്റ് ചെയ്തപ്പോൾ ലോകത്തോട് നമ്മളിത് പറഞ്ഞില്ല. എത്നിക് കില്ലിങ്സ് ആണ് അവിടെ നടന്നതെന്ന് ലോകത്തോട് പറയുന്നതിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ഒന്ന്. രണ്ടാമത്, ഇപ്പൊ ബംഗ്ലാദേശിൽ ഇപ്പോഴീ അടുത്ത കാലത്ത് നടന്ന ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഹിന്ദുക്കളെ, ഹിന്ദു സ്ത്രീകളെ, ഹിന്ദു പെൺകുട്ടികളെ മൃഗീയമായിട്ട് കൊന്നു. ഇവിടുത്തെ കോൺഗ്രസോ ഓപ്പോസിഷൻ ലീഡറോ എന്തെങ്കിലും പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല. അപ്പൊ വിഷയം ഇത് രണ്ടും മാറ്റി നിർത്താം. ഇനിയും ഇപ്പോൾ ഖൊമേനിയെ കൊന്നു, ഖൊമേനിയെ വധിച്ചു. ഖൊമേനിയെ വധിച്ചപ്പോൾ ഇന്ത്യ ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇന്ത്യക്ക് എന്ത് പറയാൻ പറ്റും? ഇന്ത്യ പറയേണ്ടതൊക്കെ പറഞ്ഞു. നമ്മളിപ്പോ ആരുടെയും പക്ഷം പിടിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം നമ്മൾ പറഞ്ഞു നമുക്കതിൽ ആശങ്കയുണ്ട്, സമാധാനത്തിന് സംഘർഷം കുറയ്ക്കുന്നതിന് നമ്മൾ നിലനിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇറാനെതിരാണ്. ഈ ഗൾഫ് രാജ്യങ്ങളാണ് ഇന്ത്യയുടെ NRI സമ്പത്തിന്റെ ഭൂരിഭാഗവും ഗൾഫ് രാജ്യത്തിൽ നിന്നാണ്. ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇറാനെതിരെ നിൽക്കുമ്പോൾ ഇറാൻ അനുകൂലമായ ഒരു നിലപാടെടുക്കാൻ നമ്മളെ കൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. നമുക്ക് ആർക്കും അനുകൂലമായിട്ടൊരു നിലപാടെടുക്കാൻ പറ്റത്തില്ല. സോണിയാഗാന്ധിക്ക് അത്രയും മനസ്സിലാകത്തില്ലേ? അപ്പൊ നമ്മള് ഇവിടെ ഇപ്പൊ ഈ സന്ദർഭത്തിൽ അമേരിക്കയോ ഇസ്രായേലിനോ കുറ്റപ്പെടുത്തുകയും ഇറാന്റെ പക്ഷം ചേരുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമുക്കൊരു തിരിച്ചടി ഉണ്ടായാൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ വളരെ അവധാനതയോടെയാണ് അത് സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. ഏതായാലും ശ്രീ അജയ്കുമാർ ചങ്ങനാശ്ശേരിയുടെ പ്രതികരണം ശരി ഓക്കെയാണ്. ന്യൂയോർക്കിൽ നിന്ന് പ്രദീപ് കൂടി ചേരുന്നത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്നത്. പ്രദീപ്, സോണിയാഗാന്ധിയുടെ ലേഖനം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇന്ത്യ ഹാസ് ലോങ് ഇൻവോക്ഡ് ദി ഐഡിയ ഓഫ് വസുദൈവ കുടുംബകം. നമ്മുടെ രാജ്യം എത്രയോ കാലമായി ഉയർത്തിപ്പിടിക്കുന്ന വസുദൈവ കുടുംബകം ലോകം ഒരു ഫ്രട്ടേണിറ്റിയാണ്, ഒരു ഫാമിലിയാണ്, ഒരു കുടുംബമാണ് എന്ന തരത്തിലാണ്. ദി സിവിലൈസേഷണൽ ഇത്തോസ് ഇസ് നോട്ട് എ സ്ലോഗൻ for ceremonial diplomacy. It implies a commitment to justice, restraint and dialogue. Even when doing so is inconvenient. At the moment when the rule-based order is under visible strain, silence is subduction. ഈ മൗനം ഒരു ഒളിച്ചോട്ടം തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് സോണിയാഗാന്ധി ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇവിടെ ഒരു ഭരണത്തെ അട്ടിമറിക്കുമ്പോൾ, ഇവിടെ വളരെ പ്രകടമായ ആക്രമണം നടക്കുമ്പോൾ മൗനം ഒളിച്ചോട്ടമാണെന്ന സോണിയാഗാന്ധിയുടെ ഈ പ്രയോഗത്തെ ന്യൂയോർക്കിലെ പ്രദീപ് എങ്ങനെ വിലയിരുത്തും? നമസ്കാരം മിസ്റ്റർ മനു. നമസ്കാരം. നമ്മുടെ സമയം കഴിയാറേ, അതുകൊണ്ടാണ് വേഗത്തിൽ. പുള്ളിക്കാരത്തെ ഒരു ഇറ്റാലിയൻ ഇംഗ്ലീഷുകാരി ആയതുകൊണ്ട് അവരുടെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാവില്ല. ഐ ആം സോറി. പിന്നെ മിസ്റ്റർ അജയ്കുമാർ പറഞ്ഞതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള അയൽവാസിയായ ബംഗ്ലാദേശിലെ ഹിന്ദു സ്ത്രീകളെയും ഹിന്ദു പുരുഷന്മാരെയും കൂട്ടക്കുരുതി നടത്തിയപ്പോൾ ഇവിടുത്തെ സോണിയാഗാന്ധി എവിടെ പോയിരുന്നു? ഉറങ്ങായിരുന്നോ? പിന്നെ ഒരു കാര്യം, മിസ്റ്റർ അജയ്കുമാറിന്റെ പാർട്ടിക്കാരനായ പിണറായി വിജയനും മിണ്ടിയിട്ടില്ല, ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മിണ്ടിയിട്ടില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മിസ്റ്റർ മനു, 1978 ഖമേനി ഭരണത്തിൽ വരണ സമയത്ത് അവിടെ 15 ലക്ഷത്തോളം ഓ മൈ ഗോഡ്, എന്തോ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രോബ്ലം സംഭവിച്ചു എന്നാണ്.
ഹലോ, പറയൂ തുടരാം, സമയം. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കൂട്ടക്കുരുതി നടത്തി, അറിയാമോ? കുഴിച്ചാണ് മൂടിയത് മണ്ണിന്റെ അടിയിൽ വെച്ചിട്ട്. അവർക്ക് വേണ്ടിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇന്ന് ഇംഗിലാവണിക്കണതും പ്രകടനം നടത്തുന്നതും. അതവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇനിയിപ്പോ ഈ പോറ്റമ്മയാണോ പെറ്റമ്മയാണോ വലുത്? പെറ്റമ്മ എന്ന് പറഞ്ഞാൽ ഇന്ത്യ. നിങ്ങൾ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ നോക്ക്. ഞാനൊരു ഇന്ത്യക്കാരനാണ്. അമേരിക്കയിൽ ഇരുന്നാലോ ലോകത്തിന്റെ എവിടെ ഇരുന്നാലോ ഞാൻ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കും. ഇന്ത്യൻ പ്രധാനമന്ത്രി ആർക്ക് വേണ്ടി സംസാരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അറിയാം ഇന്ത്യയുടെ ക്ഷേമത്തിന് വേണ്ടി, ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി ആര് കൂടെ നിൽക്കുന്നു. തന്റെ കഷ്ടകാലങ്ങളിൽ തന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക്, തന്റെ സൈനിക ശക്തിക്ക് ഏത് രാജ്യം കൂടെ നിൽക്കുന്നോ ആ രാജ്യത്തിനൊപ്പമാണ് ഇന്ത്യ. അതുകൊണ്ട് ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി മോങ്ങിയല്ലോ, സോണിയാഗാന്ധി മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല. താങ്ക് യു സോ മച്ച്. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഇപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ടാണ് സെബാസ്റ്റ്യൻ സി എ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഞാനത് സെബാസ്റ്റ്യൻ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഇത് വായിക്കാൻ പറ്റാത്തത്. മറ്റൊരു പ്രധാന പ്രേക്ഷകനും നമ്മളോടൊപ്പം ചേർന്നത് കേരള വേൾഡാണ്. ഓക്കെ, അപ്പോൾ കേരള വേൾഡിൻ്റെയും ഈ പ്രതികരണങ്ങളൊക്കെ നമുക്ക് അടുത്ത ദിവസം വായിക്കാം. അജിത്തിൻ്റെയും സതി ബാബുരാജു എന്നോട് നമസ്കാരം. മനു, ഡേവിഡ് വിജയ് സെഡ് ദ ട്രൂത്ത്, പ്രൈം മിനിസ്റ്റർ ടേക്കൺ ദ കറക്റ്റ് ഡിസിഷൻ ഇൻ ദ കറക്റ്റ് ടൈം. യെസ്, അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ ഈ സോണിയാഗാന്ധിയുടെ ഈ പ്രതികരണം, വിമർശനം, ആക്ഷേപം ശരിയാണോ എന്ന് പൊതുവേദി പ്രേക്ഷകരോടൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അത് 66% സോണിയാഗാന്ധിക്കൊപ്പമാണ്. നമുക്ക് വോട്ട് ചെയ്ത ആളുകളിൽ 34% പക്ഷേ സോണിയാഗാന്ധിയുടെ പ്രതികരണം തെറ്റായിപ്പോയി എന്ന നിലപാടാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇറാൻ യുദ്ധം പോലുള്ള വിഷയങ്ങൾ അതീവ സൂക്ഷ്മവും വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നവയുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യം, ഉത്തരവാദിത്വമുള്ള ഒരു രാജ്യം വികാരാധീനരായി മാറിക്കൂടാ. അത്തരം പ്രതികരണങ്ങൾ പാടില്ല. വിവേകപരമായ നയതന്ത്ര സമീപനമാണ് ഇന്ത്യ സ്വീകരിക്കുക. ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി ഇന്ത്യയുടെ പ്രതികരണം ഉണ്ടാകണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.